وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم: يا ابن آدم خلقتك للعبادة فلا تلعب وقسمت لك رزقك فلا تتعب فإن رضيت بما قسمته لك أرحت قلبك وبدنك وكنت عندي محمودا. يا صاحب البغداد كله ناصري ويا مطلب الحاجات عبد القادر. يا صاحب البغداد كله ناصري ويا مطلب الحاجات عبد القادر. يا صاحب البغداد كل حاضري ويا مطلب الحاجات عبد القادر. കാട്ടിടവേ കറാമത്തേറെ കബറത് നീളം വെച്ചോരേ കല്ലൂരിൽ മറവട്ടൊലിയേ കാട്ടുചിറക്കൽ വലിയുള്ളാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشافع الأبطاهي والحبيب الأعرابي كلورم ميلوكتم كل بلاء مصيبة കാതരുളും സലാമത്ത് കാട്ടിച്ചിറക്കൽ വലിയുള്ളാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشافع الأبطاهي والحبيب الأعرابي. അർഹമറഹീമായ രാജാതിരാജനായ അല്ലാഹു നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇൽമിനോടും അവന്റെ ദീനിനോടും നമ്മൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അല്ലാഹു അവന്റെ സ്നേഹം തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നാമമായി ബന്ധപ്പെടുന്ന സർവരെയും അല്ലാഹു ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഈ നാടിന്റെ വെളിച്ചമായ അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആത്മീയ വെളിച്ചം നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ബഹുമാന ആദരവ് നിറഞ്ഞ ഈ സദസ്സിന്റെ പ്രസീഡിയം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട പെട്ടൻ മമ്മൂട്ടിക്ക, അതേപോലെ തന്നെ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാന്യരായ നേരത്ത് മുസക്ക, ഖിറാഅത്ത് നടത്തിയ നമ്മുടെ നാടിന്റെ അഭിമാനവും
പങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ സംഭാവനയുമായ പ്രിയപ്പെട്ട ഹാഫിൽ റാസി കമ്പ, അതേപോലെ തന്നെ സദസ്സിൽ ഉപവിഷ്ടരായ മഹല്ല് ചെയർമാൻ അണിയാരത്ത് ഔലക്ക, അതേപോലെ മഹലിന്റെ വൈസ് ചെയർമാൻ മമ്മട്ടി സാഹിബ്, നമ്മുടെ ജമാലിയ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യരായ സുരേന്ദ്രൻ മാസ്റ്റർ, അതേപോലെ നമ്മുടെ മദ്രസയുടെ സദർ മുഅല്ലിം മമ്മട്ടി ഫൈസി ഉസ്താദ്, കേക്കമൂല മഹലിന്റെ ഖത്തീബ് ഉസ്താദ്, അവിടുത്തെ മഹല്ല് സെക്രട്ടറി ബഹുമാന്യരായ ആലി ഹാജി, അതേപോലെ സദസ്സിൽ ഉപവിഷ്ടരായ നമ്മുടെ മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ, ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ജീവിതം പകർത്തേണ്ടതും പഠിക്കേണ്ടതും എന്നാണ് നമ്മുടെ മഖാം ഉറൂസിന്റെ 3ാമത്തെ മതപ്രഭാഷണ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്. നമ്മൾ ആരെയാണ് പഠിക്കേണ്ടത്, ആരെയാണ് നമ്മൾ പകർത്തേണ്ടത്, എന്താണ് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ ചെറിയൊരു ചർച്ച ചെയ്യൽ മാത്രമാണ് ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം. അത് ജീവിതത്തിൽ പകർത്താൻ, ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായി ഓർത്തു പോകുന്നത് മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കഥയാണ്. ബഹുമാനപ്പെട്ടവർ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ ചെല്ലുകയാണ്. താബികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതനായ സ്വഹാബത്ത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വ്യക്തിയാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പാവപ്പെട്ട രീതിയിൽ ഒരു ദരിദ്രനായിട്ടായിരുന്നു ജീവിച്ചു പോയത്. ദുനിയാവിലെ സുഖാഡംബരങ്ങളൊന്നും തന്നെ ആസ്വദിക്കാതെ, ദുനിയാവിലെ മറ്റുള്ള വിഭവങ്ങളൊന്നും കൂടുതലായി ആസ്വദിക്കാതെ, തീർത്തും സുഹൃദ് സായിദായി കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു പോയ മഹാനായ വ്യക്തിത്വമായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കാണാനാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ഈ സുഹൃത്തിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. ഉവൈസുൽ ഖർനിക്ക് സംഭാവന കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് മാറാൻ, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറാൻ, തന്റെ കൂട്ടുകാരൻ എന്ന നിലക്ക് ഒന്ന് സഹായിക്കാൻ കുറച്ച് സമ്പത്തുമായി കടന്നു ചെല്ലുന്നു. ആര്? ഉവൈസുൽ ഖർനിയുടെ കൂട്ടുകാരൻ. ഉവൈസുൽ ഖർനിയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതാ എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അങ്ങയുടെ ദാരിദ്ര്യത്തെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ സമ്പത്ത് ഞാൻ അങ്ങേക്ക് തരാം. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു സ്നേഹത്തോടെ ആ കൂട്ടുകാരനോട് പറഞ്ഞു, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, പിന്നെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക, നിങ്ങളെ കഷ്ടപ്പാട് എങ്ങനെയാണ് മാറുക എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയമുണ്ട്, ഇതുകൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. ആ സ്വർണ്ണ നാണയം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരൊറ്റ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് കുടുംബം നോക്കാനും വസ്ത്രം വാങ്ങിക്കാനും ഭക്ഷണം വാങ്ങാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടുകാരനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ നാണയം എന്റെ കയ്യിൽ നിന്ന് ചെലവാകുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഇതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം. നിശ്വരമാണ് നമ്മുടെ ജീവിതം. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, എന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരുമെന്ന് കൃത്യമായ ബോധമില്ലാത്തവരാണ് മനുഷ്യർ. അങ്ങനെ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതം. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഹ്രസ്വമായ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ പറഞ്ഞുവല്ലോ, എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ മരണപ്പെട്ടു പോവുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കെ ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ശേഷം ആരായിരിക്കും ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, അങ്ങേക്ക് ശേഷം ആരായിരിക്കും ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ? ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ആ പത്രമാധ്യമ പ്രവർത്തകനോട് പറയുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്റെ മരണശേഷമല്ലേ വരികയുള്ളൂ, ഞാൻ മരിക്കാൻ ഇനിയും ഒരുപാട് കാലമുണ്ടാകുമെന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കഴിഞ്ഞ് 7 ദിവസം തികയുമ്പോൾ ജവഹർലാൽ നെഹ്റു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നാണ്. ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, പാകിസ്ഥാൻ കണ്ട ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ബേനസീർ ഭുട്ടോ റാവൽപിണ്ടിയിലെ തന്റെ സമ്മേളന നഗരിയിൽ തന്റെ രാജ്യത്തെ പ്രജകളോട് സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് തന്റെ ചുണ്ടിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ബേനസീർ ഭുട്ടോ എന്ന പെണ്ണ് നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിതം നശ്വരമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ഒരു ബീജത്തുള്ളിൽ നിന്നാണ്
അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ബീജത്തുള്ളിയിൽ നിന്ന്. അവസാനം നമ്മൾ ഈ ലോകത്ത് വിട പറഞ്ഞ് നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോ ആ കബറിലെ പുഴുവിന്റെ തേളിന്റെ വയറ്റിലെ കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന കാഷ്ടമായി തീരേണ്ടവരാണ് നമ്മളെന്ന ബോധം വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, കണ്ടാൽ അറുപ്പ് തോന്നുന്ന ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ച് അവസാനം കണ്ടാൽ വെറുപ്പ് തോന്നുന്ന അറുപ്പ് തോന്നുന്ന ഒരു വസ്തുവായി മാറേണ്ടവരാണ് നാം. ഈ 2 അറുപ്പിന്റെയും വെറുപ്പിന്റെയും കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞോ? ആരെയാ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്? എവിടെയാ നമ്മൾ ജീവിതം പഠിക്കേണ്ടത്? എങ്ങനെയാ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഈമാനുള്ള മനുഷ്യന്റെ ബാധ്യതയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബ. തന്റെ ശരീരത്തെ കുറിച്ച് തന്റെ ജീവിതത്തെ കുറിച്ച് ആരാണോ തിരിച്ചറിയുന്നത് അവനാണ് ഏകനായ ഇലാഹിനെ തിരിച്ചറിയുന്നതെന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവികന്മാർ അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. ഞാൻ ഓർത്തു പോകുന്നു, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു പൊതിയുമായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ ഒരു പൊതിയുമായി ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുമ്പോൾ മഹാനായ ഖലീഫ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജാബിറെ നിന്റെ പൊതിയിലുള്ളത്? ആ സമയത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമറേ, ഇതൊരൽപ്പം മാംസമാണ്. കുറെ ദിവസമായി മാംസം ഭക്ഷിച്ചിട്ട് ഒരുപാട് ദിവസം പട്ടിണിയായിരുന്നു. കഴിക്കാൻ കൃത്യമായി ഭക്ഷണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരൽപ്പം പണം കിട്ടിയപ്പോൾ ഒരൽപ്പം മാംസം വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എന്റെ ആഗ്രഹം തീർക്കാൻ ചന്തയിൽ പോയിട്ട് മാംസം വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന് പറയുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ജാബിറെ, നിനക്ക് പേടിയില്ലേ മാംസം കഴിക്കാൻ? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച് ഞാൻ തീർത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു നിന്റെ മുഖത്ത് പറഞ്ഞുകൊണ്ട് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് മഹ്ശറിൽ നിന്ന് നിന്നെ ആട്ടി ഓടിക്കുന്നത് നിനക്ക് പേടിയില്ലേ ജാബിറെ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. അവരുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചവരായിരുന്നു. ചരിത്രം പറയുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ, ഈ വാർത്ത കേൾക്കുമ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആ മാംസം ഒരാൾക്ക് ദാനം ചെയ്തു. അദ്ദേഹം ജീവിതത്തിൽ പിന്നീട് മാംസം കഴിച്ചിട്ടില്ല എന്നാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു ചരിത്രത്തിൽ കാണാം, മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്. സൽക്കാരത്തിന് ക്ഷണിച്ചു. ആരെ? മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് സദ്യക്ക് ക്ഷണിക്കുകയാണ്. തന്റെ കൂടെ തന്റെ വീട്ടിലേക്ക് അതിഥി വന്നു. അതിഥിയെ തീന്മേശയുടെ മുമ്പിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. തീന്മേശയുടെ മുമ്പിലെത്തുമ്പോൾ ഒരൽപ്പം ഉണക്കറൊട്ടിയും പച്ചവെള്ളവും മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല ഈ ഭക്ഷണം കണ്ടപ്പോ, ഈ സൽക്കാരം കണ്ടപ്പോ, തന്റെ മുമ്പിൽ വെച്ച ഭക്ഷണത്തിന്റെ വിഭവം കണ്ടപ്പോൾ മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല ആ സദ്യ നിരസിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തന്റെ അതിഥിയോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഹോദര, എന്തേ നിങ്ങൾക്ക് എന്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലയോ? എന്റെ സൽക്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? നിങ്ങൾക്ക് ഞാൻ തന്ന ഭക്ഷണം എന്തേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്? മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഉമറേ, ഈ പരുപരുത്ത ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്റെ വീട്ടിൽ ഇതിനേക്കാൾ നല്ല ഭക്ഷണമുണ്ട്, ഇതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണം എന്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ആ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹഫ്സ് ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉമറിനെ കുറിച്ച് ചിന്തിച്ചത്? നല്ല ഇളം പ്രായമുള്ള ആടിന്റെ മാംസം
മാംസം വേവിച്ച് കഴിക്കാൻ കഴിയാത്തവനാണ് ഉമർ എന്ന് നീ ചിന്തിച്ചുവോ? മാത്രമല്ല, നേരിയ ഗോതമ്പ് പൊടി കൊണ്ട് കട്ടി കുറഞ്ഞ പത്തിരി ചുട്ട് തിന്നാൻ പ്രാപ്തിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ് ഈ രാജ്യത്തിന്റെ ഖലീഫ എന്ന് നീ തെറ്റിദ്ധരിച്ചോ? തിത്തിരപ്പക്ഷിയുടെ കണ്ണിന്റെ നിറമുള്ള മുന്തിരി അത് വെള്ളത്തിലിട്ട് വെച്ച് അവസാനം മാൻപേടയുടെ രക്തത്തിന്റെ വർണ്ണമാകുമ്പോൾ അതെടുത്ത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത പാവപ്പെട്ടവനായ ദരിദ്രനാണ് ഈ രാജ്യത്തിന്റെ ഖലീഫ എന്ന് നീ വിചാരിച്ചോ? ഹഫ്സേ, മഹാനായ ഹഫ്സ് ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഉമറേ, സുഭിക്ഷമായ ഭക്ഷണത്തെ കുറിച്ച് കൃത്യമായി അങ്ങ് പറയുന്നുണ്ടല്ലോ, എല്ലാത്തിനെ കുറിച്ചും അങ്ങക്ക് കൃത്യമായി ബോധമുണ്ടല്ലോ ഉമറേ, എവിടുന്നാണ് ഈ സുഭിക്ഷമായ ഭക്ഷണത്തെ കുറിച്ച് അങ്ങ് പഠിച്ചത്? ആ സമയത്ത് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സഹോദര, സുഭിക്ഷമായ ഭക്ഷണത്തെ കുറിച്ച് എനിക്ക് കൃത്യമായ ബോധമുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. കഴിക്കുന്നവനേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്നവൻ ഞാനാണ്. പക്ഷേ ഞാനത് കഴിക്കാത്തത് എന്തെന്നറിയോ? എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്കതിന് കഴിയാഞ്ഞിട്ടല്ല, എനിക്കതിന് സാധിക്കാഞ്ഞിട്ടല്ല, എന്റെ പക്കൽ സമ്പത്തില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ കഴിക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലസ്സാഅതി ശൈഉൻ അലീം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. നിങ്ങളെ ഭക്ഷണത്തിലും നിങ്ങളെ വസ്ത്രത്തിലും നിങ്ങളെ പെരുമാറ്റത്തിലും നിങ്ങളെ സംസാരത്തിലും നിങ്ങളെ നോട്ടത്തിലും നിങ്ങളെ കേൾവിയിലും നിങ്ങളെ ചലനത്തിലും നിങ്ങളെ ചിന്തയിലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. ഖിയാമത്തിന്റെ ഭയാനകത, അന്ത്യനാളിന്റെ ഭൂമി ഇങ്ങനെ കിടകിടാവിറക്കുന്ന സംഭവമുണ്ടല്ലോ, ഖിയാമത്തിന്റെ പ്രകമ്പനം അതിശക്തമായ കാര്യമാകുന്നു, അതിശക്തമായ സംഭവമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളെ റബ്ബിനെ. അവിടെ നിർത്തിയില്ല, വീണ്ടും പറയുന്നുണ്ട്, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. അന്നത്തെ ദിവസം മുലയൂട്ടുന്ന പെണ്ണുങ്ങളൊക്കെ, മുലയൂട്ടുന്ന ഉമ്മമാരൊക്കെ ആ ഭൂമിയുടെ കിടകൾ ശക്തമായ പറയൽ കാണുമ്പോ, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് കാണുമ്പോ, സൂര്യൻ പൊട്ടിത്തെറിച്ച് ചിഹ്ന ഭിന്നമായി പാറുന്നത് കാണുമ്പോ, മഹാനായ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽഫറാശിൽ മബ്തൂസ് വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂഷ്. അന്ന് പർവ്വതങ്ങളൊക്കെ കാറ്റിൽ ഇങ്ങനെ കാറ്റിൽ വീശപ്പെട്ട, ചിതറപ്പെട്ട, കാറ്റിൽ വാരി വിതറിയ അപ്പൂപ്പൻ താടികൾ പോലെ, ഈയാമ്പാറ്റിയുടെ ചിറകുകൾ പോലെ പർവ്വതങ്ങളൊക്കെ പാറിക്കളിക്കുന്ന ദിവസമാണെന്ന് ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നമ്മൾ കാണുന്ന ബാണാസുര ഡാമില് വലയെ ചുറ്റും നിൽക്കുന്ന ബാണാസുര മല, അന്ന് അല്ലാഹുവിന്റെ ഖിയാമത്ത് നാൾ വരുമ്പോ, അന്ത്യദിനം കടന്നു വരുമ്പോൾ കാറ്റിലൂടെ തൂവല് പാറുന്നത് പോലെ, അപ്പൂപ്പൻ താടി പാറുന്നത് പോലെ, ഈയാമ്പാറ്റിയുടെ ചിറകുകൾ പാറി കളിക്കുന്നത് പോലെ പർവ്വതങ്ങളൊക്കെ പാറിപ്പരുന്നൊരു ദിവസം നമുക്ക് മുമ്പിൽ വരാനുണ്ട്. അന്നത്തെ ദിവസം, ആ ദിവസത്തിന്റെ ഭയാനകത കാണുമ്പോൾ മുലയൂട്ടുന്ന പെണ്ണ് അവൾ മുലകൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പോലും പേടിച്ച് വലിച്ചെറിയുമത്രേ. ആരാണ് ഉമ്മ? സ്നേഹത്തിന്റെ പ്രതീകമല്ലയോ ഉമ്മ? സ്നേഹത്തിന്റെ പ്രതിരൂപമല്ലയോ ഉമ്മ? സ്നേഹത്തിന്റെ പര്യായമല്ലയോ ഉമ്മ? സ്നേഹമെന്ന വാക്ക് ഉമ്മയല്ലയോ ആ ഉമ്മ പോലും? എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ, പ്രിയപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സ്നേഹത്തോടെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഉമ്മമാർ, ദുഃഖത്തോടെ കണ്ണുനീർ വാർക്കുന്ന ഉമ്മമാർ, സ്നേഹത്തിന്റെ എല്ലാമായ ഉമ്മമാർ അന്ന് മുലയൂട്ടുന്ന കുട്ടികളെ പോലും വലിച്ചെറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നവർക്ക് കുട്ടികൾ പ്രശ്നമല്ല, അവര് കുടുംബം പ്രശ്നമല്ല, നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. വീണ്ടും പറയുന്നു, അന്ന് ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഖിയാമത്ത് നാളിന്റെ ഭയാനകത കാണുമ്പോ അവരറിയാതെ, ഒരു ഗുളിക കുടിക്കാതെ,
ഒരു സിസേറിയൻ ഇല്ലാതെ അവരെ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശു പോലും അവരുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒലിച്ചു പോകും, അത്രേ കാലിലൂടെ ഒലിച്ചു പോകും. ഇങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് ജനങ്ങളൊക്കെ മദ്യപിച്ചവരെ പോലെ, ലഹരി മദ്യപിച്ച് ലക്കുകെട്ടവരെ പോലെ, സ്ഥലകാല ബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരാനുണ്ട്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അന്ന് യഥാർത്ഥത്തിൽ ജനങ്ങളൊന്നും ഭ്രാന്തന്മാരല്ല, ജനങ്ങൾക്ക് മസ്ത് സംഭവിച്ചിട്ടില്ല, അവരെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാകിൻ അദാബല്ലാഹി ശദീദ്, പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. ഇങ്ങനെ ഭയാനകമായ ഒരു ദിവസം എന്റെ മുമ്പിൽ കടന്നു വരാനുണ്ട്. ഇങ്ങനെ ദിവസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഞാൻ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അന്ന് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചവരായിരുന്നു. നമ്മളാവട്ടെ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരല്ലയോ? എത്ര വലിയ വിരോധാഭാസ അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ നോക്കൂ, പരസ്പരം ഒരു നാട്ടിൽ ജീവിക്കുമ്പോ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ അയാളെ മുഖത്ത് നോക്കാൻ നമുക്ക് മടിയാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് മടിയാ. നേരെ മറിച്ചോ, ആ മനുഷ്യ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരാളുമായി തെറ്റിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ നമുക്ക് മടിയല്ലേ? നേരെ മറിച്ച് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനമായ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടാൻ നമ്മൾ എപ്പോഴാ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ? എന്നാലോ അതൊക്കെ നേരെ വിപരീതമായി കൊണ്ടിരിക്കുന്നു. ടൗണിൽ കാണുമ്പോൾ പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. എന്നാലോ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചാറ്റ് ചെയ്യാൻ, സ്വന്തം അയൽവാസി റോട്ടുന്ന കണ്ട മുണ്ടാൻ നമുക്ക് മടിയല്ലേ? ഒരു കഥ പറയാറുണ്ട്. ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവ് അടുത്ത് കിടക്കുമ്പോൾ, ഒരു കട്ടിലിൽ കിടക്കുമ്പോ ഒന്ന് മാറിക്കിടക്കുമെന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് മാറിക്കിടക്കുമെന്ന്. ഈ രീതിയിലേക്ക് നമ്മുടെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുക. വിരോധാഭാസത്തിന്റെ നാടായി, അല്ലെങ്കിൽ വിരോധാഭാസത്തിന്റെ സംസ്കാരമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? മഹാന്മാരായ സൂഫിയാക്കളായ ആലിമീങ്ങൾ, സ്വഹാബത്ത്, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയവരാണ്. നമ്മളാവട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം നേടാൻ വേണ്ടി, ദുനിയാവിന് വേണ്ടി അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ അറിയണം. അള്ളാഹു എന്താ നമുക്ക് തന്നത്, എന്തിനാണ് ഈ ജീവിതം അള്ളാഹു നമുക്ക് തന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാവണം. ഡോക്ടറേറ്റ് നേടിയത് കൊണ്ടോ IAS നേടിയത് കൊണ്ടോ ഒരു മനുഷ്യനായി തീരുന്നില്ല, അല്ലെങ്കിൽ ഒരുത്തൻ അറിവുള്ളവനായി തീരുന്നില്ല. ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയോ? ഏറ്റവും വലിയ മഹാത്ഭുതം എന്തെന്നറിയോ? ജീവിതത്തെ കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് മഹാനായ ഇമാമുമാർ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈ ജീവിതം തന്നത്, അള്ളാഹു നമുക്ക് മരണം തരുന്നത്, അള്ളാഹു നമുക്ക് ഈ ജീവിതത്തിൽ സുഖാഡംബരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ തരുന്നത് എല്ലാം നമ്മളെ പരീക്ഷിക്കാനും നമ്മളെ വിലയിരുത്താനും വേണ്ടിയാണ്. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാണെന്നറിയാൻ, അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത്. വഹുവൽ അസീസുൽ ഗഫൂർ, അവനാണ് യുക്തിമാനും അവനാണ് ഏറെ പൊറുക്കുന്നവനും. നമുക്ക് അല്ലാഹു ജീവിതം തന്നത്, അല്ലാഹു നമുക്ക് മരണം തന്നത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിന്തിക്കുക എന്നത്. മരണമെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാര് മരണപ്പെട്ടു പോകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര് മരണപ്പെട്ടു പോകുമ്പോ, അകാലത്തിൽ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു പോകുമ്പോ, നമ്മുടെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോകുമ്പോൾ അവരെ മരണത്തിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. ആ പാഠം കണ്ടിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയാണ് മരണം നിങ്ങൾക്ക് തന്നത്. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ. ഉസ്താദിന്റെ കവിതയാണത്. നമ്മുടെ കുടുംബക്കാര് മരണപ്പെട്ട് കിടക്കുമ്പോ, ഉറ്റ സുഹൃത്ത് മരണപ്പെട്ട് കിടക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മയ്യത്തിന്റെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് അമേരിക്കയുടെയും ലണ്ടനിന്റെയും സംസാരം പറയുമ്പോ, അല്ലെങ്കിൽ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ മരണത്തിൽ നിനക്ക് പാഠമുണ്ട്. നിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ് ആ മരണം നിനക്ക് തന്നത്. അല്ലാഹു സൃഷ്ടിച്ചത് അതിനാണ്. നമ്മുടെ നാടിന്റെ ആത്മീയ വെളിച്ചമായ അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അതല്ലേ നമുക്ക് നൽകുന്ന പാഠം. എല്ലാവരും അയൽവക്കത്ത് കുല്ലബലാ മുസീബത്ത് കാതരുളും സലാമത്ത്
കാട്ടുചിറക്കൽ വലിയുള്ള സ്വലാത്തു അലൻ നബി. മരണം നമുക്ക് അല്ലാഹു പാടാൻ. മഹാനായ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മരണം ഒരു പാഠമല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നും അതേപോലെ തന്നെ ഇന്നലെയും ഇതാ നാളെ വരാൻ പോകുന്നു 10,000-കണക്കിന് ആളുകൾ മഹാനായ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെ ചാരത്ത് വന്ന് അവരെ സങ്കടങ്ങളും അവരെ പ്രയാസങ്ങളും തുറന്നു പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ മരണം മുമ്പിനെ കാട്ടിച്ചിറക്കൽ മക്കാമിന്റെ മുമ്പിലൂടെ ഓരോ തവണ നമ്മൾ നടന്നു പോകുമ്പോഴും മഹാനായ അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മരണം നമുക്ക് പാഠമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു നിങ്ങൾക്ക് ജീവിതം പഠിച്ചതും മരണം പഠിച്ചതും നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് അല്ലാഹു നൽകിയ സുഖാഡംബരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനല്ല. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് എന്തൊക്കെ സുഖാഡംബരങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം ആസ്വദിക്കണം. അതെല്ലാം ആസ്വദിക്കണം. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കാര്യവും ഹലാലായ കാര്യവും ഹറാമാണെന്ന് പറയാൻ വിശ്വാസികളെ നമുക്ക് അർഹതയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചരിത്രം കാണാം. ഒരിക്കൽ മഹദിയായ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേൻ കുടിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. ഹബീബിന് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു പാനീയമായിരുന്നു തേൻ. ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിൽ ജനങ്ങൾക്ക് ശിഫ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തേനീച്ചയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിലെയും ലണ്ടനിലെയും യൂണിവേഴ്സിറ്റിയിൽ എയ്ഡ്സിനും ക്യാൻസറിനുമുള്ള പ്രതിരോധ കുത്തിവയ്പ് തേനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഹത്വമുള്ള തേനാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാനീയം. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്നു ആര്? മഹദിയായ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും റളിയല്ലാഹു അൻഹുമാ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ഈ കാഴ്ച കാണുന്നു. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് തേൻ പിടിച്ച് വരുന്നത് കണ്ടപ്പോ ഇടക്കിടക്ക് സൈനബ ബീവിയുടെ വീട്ടിൽ ചെന്നിട്ട് തേൻ കുടിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ശീലമായപ്പോ മറ്റു ഭാര്യമാർക്കൊക്കെ ഒരു പ്രയാസം. പ്രവാചകൻ ഇങ്ങനെ പോയാൽ ശരിയാവോ? കാരണം മനസ്സിലുണ്ടാവില്ല കുറെ 2-3 ഭാര്യമാരുണ്ടാവും. ഭാര്യമാർ തമ്മിലൊരു യോജിപ്പില്ലാത്തത്. അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ തേന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിലെ ഒരു സഹാബി ഉണ്ടായിരുന്നു, വളരെ രസികനായ സ്വഹാബി. അള്ളാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത തമാശ പറയുകയും കാണിക്കുകയും ചെയ്തിരുന്ന ഒരു സഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹം പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ്. ഒരു കുപ്പി തേന് കൊടുത്തിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ അങ്ങേക്ക് തേൻ ഇഷ്ടമാണോ? പ്രവാചകൻ പറഞ്ഞു, അതെനിക്ക് തേൻ ഇഷ്ടമാണ്. അതാ നബിയെ, നല്ല തേനാണ്, ഒറിജിനൽ തേനാണ്, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തേനൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അറാബി വരുന്നു. പ്രവാചകനോട് അറാബിയെ ചോദിച്ചു, ഈ സഹാബി പറഞ്ഞത്രേ, നബിയെ ആ തേനിന്റെ പൈസ അങ്ങ് കൊടുത്തേക്ക് മൂപ്പർക്ക് എന്ന്. പ്രവാചകൻ വിചാരിച്ചു വെറുതെ തന്നതാണ് അല്ലെ. ഈ രീതിയിൽ നബിയോട് തമാശകളൊക്കെ പറഞ്ഞിരുന്നു. പ്രവാചകൻ അത്രയും ഇഷ്ടമായിരുന്നു തേന്. അപ്പൊ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുടിച്ചു വരികയായതുകൊണ്ട് ആയിഷ ബീവിക്കും ഹഫ്സ ബീവിക്കും വല്ലാത്തൊരു പ്രയാസം. അപ്പൊ അവർ രണ്ടുപേരും പ്ലാൻ ഇട്ടു, നമുക്ക് പ്രവാചകന്റെ ഈ തേൻ കുടി നിർത്തണം. അതെന്താ മാർഗം? നമുക്കൊരു നുണ പറയാം. പ്രവാചകന്റെ വായ നാറുന്നുണ്ട്. മഗാഫിർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ചെടിയുണ്ട്. ആ ചെടി നിന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മുടെ അരൂത എന്നൊക്കെ പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ വാസന ചില ആളുകൾക്കൊന്നും പറ്റൂല. അതുകൊണ്ട് നബിയോട് പറയാം, നബിയെ അങ്ങ് തേൻ കുടിച്ചിട്ടാ തോന്നുന്നു, അങ്ങയുടെ വായ നാറുന്നുണ്ട് എന്ന് നമുക്ക് പറയണം. അനമഹദിയായ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങ് മഗാഫിർ തിന്നിട്ടുണ്ടോ? അങ്ങ് ആ വാസനയുള്ള സസ്യം തിന്നിട്ടുണ്ടോ? മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞു, മോളെ ഹഫ്സ, ഞാൻ ഇന്ന് മഗാഫിർ തിന്നിട്ടില്ലല്ലോ. നബിയെ അങ്ങയുടെ വായതാ മഗാഫിർ മണക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വരുന്നു ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും ചോദിക്കുന്ന, നബിയെ അങ്ങ് എന്താണ് കുടിച്ചിരിക്കുന്നത്? എന്ത് പാനീയമാണ് നബിയെ അങ്ങ് കുടിച്ചിരിക്കുന്നത്? വല്ലാത്ത ദുർഗന്ധം അതിൽ നിന്ന് വമിക്കുന്നുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ എപ്പോഴും ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, ഞാൻ കുടിച്ചത് തേനല്ലാതെ മറ്റൊന്നും കുടിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, നബിയെ
എന്നാൽ അങ്ങയുടെ വായ്ക്ക് വല്ലാത്ത ദുർഗന്ധമുണ്ട്. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ഇതങ്ങ് പറയുമ്പോൾ ലോകത്തിന്റെ കാരുണ്യമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് വല്ലാത്ത സ്നേഹം കാണിച്ചിരുന്ന, ഭാര്യമാരോട് വല്ലാത്ത അനുകമ്പ കാണിച്ചിരുന്ന, ഭാര്യമാരോട് വല്ലാത്ത സ്നേഹാനുഭൂതി കാണിച്ചിരുന്ന, ഇഷ്ക കാണിച്ചിരുന്ന മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും തേൻ കുടിക്കുകയില്ല. ഇതങ്ങ് പറഞ്ഞു തീരേണ്ട താമസം മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സൂറത്തു തഹ്രീമിൽ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്, അല്ലാഹു ഹലാലാക്കിയത് എന്തിനാ നബിയേ, അങ്ങ് ഹറാമാക്കി മാറ്റുന്നത് നബിയേ. എന്നിട്ടോ എന്തിന് തബ്തഗി മർളാത അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ, അങ്ങയുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ, അങ്ങയുടെ ഭാര്യമാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അല്ലാഹു ഹലാലാക്കിയതിന് എന്തിനാ പ്രവാചകരെ അങ്ങ് ഹറാമാക്കുന്നതെന്ന് പറഞ്ഞു. തേൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ തിരുത്തു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തന്ന ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൽ മുഅ്മിനിന്റെ ബാധ്യതയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുന്നു, അല്ലാഹു തആല വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന്റെ അടയാളങ്ങൾ കാണാൻ. സമ്പത്തുള്ളവൻ നല്ല വീട് വെക്കുന്നത്, നല്ല വാഹനം വാങ്ങുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, അതൊക്കെ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവിലെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമല്ല മുഅ്മിൻ ജീവിതം ആരംഭിക്കേണ്ടതല്ലെങ്കിൽ ജീവിതം നന്നാക്കേണ്ടത്, മറിച്ച് ഈ ആഡംബരങ്ങളൊക്കെ ആസ്വദിക്കുമ്പോൾ പോലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക, അല്ലെ? ആ ഒരു ബോധം ഉണ്ടാവണം. അതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇതുവരെ നമ്മൾ ജീവിച്ചതിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണ്. പക്ഷേ ആ മാറ്റം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറ്റത്തിന് വിധേയമാവാതെ അല്ലാഹു ഒരിക്കലും നിങ്ങളെ മാറ്റുകയില്ല. ഇപ്പൊ കള്ളു കുടിക്കുന്ന ആൾക്ക് മനസ്സിൽ ബോധം ഉണ്ടാവും, ഒരിക്കലും ഇനി കുടിക്കരുത്. പള്ളിയിലേക്ക് കൃത്യമായി വരാത്ത ആളെ മനസ്സിലും കുറ്റബോധം ഉണ്ടാവും, എങ്ങനെങ്കിലും ഒന്ന് പള്ളി പോയാൽ മതിയായിരുന്നു പടച്ചോനെ എന്നൊക്കെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവണം, അല്ലെ? പഠിക്കാൻ കഴിയാത്ത ആള് ജയിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല, ജയിക്കാനുള്ള പണി അയാൾ എടുക്കണം. സ്വയം മാറ്റത്തിന് വിധേയമാവണം. ഞാൻ മാറണമെന്ന ബോധം മനസ്സിലുണ്ടാവണം. ഞാനിങ്ങനെ കള്ളൊന്നും കുടിക്കാൻ പാടില്ല എന്നൊരു ബോധം മനസ്സിലുണ്ടാവണം. പള്ളിയിലേക്ക് കൃത്യമായി പോകണമെന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ അതിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. അതുകൊണ്ട് നമ്മൾ മാറേണ്ടത് മനസ്സിലാണ്. മഹാനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ചേഞ്ച് ഈസ് എസെൻഷ്യൽ ബട്ട് കണ്ടിന്യൂറ്റി ഈസ് ആൾസോ എസെൻഷ്യൽ. അതായത് എപ്പോഴും മാറ്റം ഒരു അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ യാഥാസ്ഥിതികത്തിൽ നിന്ന് അല്ലെങ്കിൽ പഴയ കാലത്തിൽ നിന്ന് മാറിയിട്ടുള്ള മാറ്റമല്ല വേണ്ടത്, മനസ്സിന് അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാവണം. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കുറിച്ചറിയണം. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ മാറ്റം നമ്മിൽ സാധ്യമാകണമെങ്കിൽ നമ്മളെ അല്ലാഹു നിയോഗിച്ച നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. ഈ മാറ്റം നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അല്ലാഹു എന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്, എന്റെ ജീവിതം ഇതിനു വേണ്ടിയാണ്, നാളെ ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എനിക്ക് ആഖിറത്തിൽ കിട്ടാനുള്ളത് ഇതാണ്, എനിക്ക് സ്വർഗം വേണോ നരകം വേണോ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുണ്ടാവുന്നത് വരെ, നമ്മുടെ നിയോഗ ദൗത്യത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ബോധം വരുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും മാറ്റം വരികയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളിൽ മാറ്റം വരുത്തിയത് അവർക്ക് ഈ ബോധം നൽകിക്കൊണ്ടായിരുന്നു. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന കാലഘട്ടത്തെ കുറിച്ച് അബൂ മിഹ്ജൻ അസ്സഖഫി എന്ന് പറഞ്ഞ ഒരു കവി പാടുന്ന ഒരു കവിത കാണാം. ഇദാ മാത ഫദ്ഫിന്നി ഇലാ ജംബി കർമത്തിൻ തുറബി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ വലാ തദ്ഫനന്നി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ. ഒരു
ഒരു ബാപ്പ മരണപ്പെടുകയാണ്. മരണത്തോട് മല്ലിടുന്ന ബാപ്പ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഈ കവിത പാടിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർത്തു പോകുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ വരുത്തിയ പരിവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ, ഹബീബ് ജനങ്ങളിൽ മാറ്റം വരുത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ, അതിലൂടെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ, നമ്മുടെ ജീവിതത്തെ പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ആ കവിത പാടുകയാണ്. ഇദാ മാത ഫദ്ഫിന്നി ഇലാ ജംബി കർമത്തിൻ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ ഫലാ തദ്ഫനന്നി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ. ലോകത്തോട് വിട പറയാൻ പോകുമ്പോ ബാപ്പ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളെ ബാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ബാപ്പയുടെ മയ്യത്ത് നിങ്ങൾ കുഴിച്ചിട്ടിട്ട് ആ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ ഒരു മുന്തിരി വള്ളി നട്ടുപിടിപ്പിക്കണം. എന്തിനെന്നറിയോ? ഫലാ തദ്ഫനന്നി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ. കാരണം ഒരു മരുഭൂമിയിലാണ് ഈ ബാപ്പയുടെ മയ്യത്ത് നിങ്ങൾ മറമാടുന്നതെങ്കിൽ ആ ബാപ്പാക്ക് ആ മരുഭൂമിയിൽ കടന്നുകൊണ്ട് കള്ളു കുടിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് എന്റെ വീടിന്റെ മുറ്റത്ത് നമ്മുടെ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ എന്റെ മയ്യത്ത് മറമാടുകയും ആ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ ഒരു മുന്തിരിവള്ളി നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്താൽ ആ മുന്തിരിവള്ളിയുടെ വേരുകൾ എന്റെ കബറിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി വന്ന അവസാനം അതെന്റെ കബളിൽ വന്ന് തട്ടുമ്പോ ആ വേരിലൂടെ ആ മുന്തിരിയുടെ ചാറ് എനിക്ക് വലിച്ചു കുടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പെണ്ണിന് വേണ്ടിയിട്ട്, മദ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിരുന്ന ഒരു കൂട്ടത്തെ എന്റെ സ്വഹാബത്ത് വാനലോകത്ത് തിളങ്ങുന്ന നക്ഷത്ര തുല്യരാണ്. അവരാര് പിൻപറ്റുന്നവോ അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് പറയുന്ന രീതിയിലേക്ക് മഹാന്മാരായ സ്വഹാബത്തിനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വരുത്തിയത് അവർക്ക് മനസ്സിൽ അവരെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവരെ ജീവിതം എവിടെയാണ് പകർത്തേണ്ടത്, എന്താണ് അവരെ ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്ന ബോധം നൽകിയത് കൊണ്ടാണ്. അങ്ങനെ ഒരു മാറ്റം നമ്മിൽ സംജാതമാവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം ശരീരത്തെ കുറിച്ച്, നമ്മുടെ നിയോഗ ദൗത്യത്തെ കുറിച്ച്, അല്ലാഹു നമുക്ക് ഈ ജീവിതം തന്നതിന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ മാറ്റം വന്നാൽ വല്ലാത്ത പരിവർത്തനം നമുക്ക് സംഭവിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വത്തക്ക കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വത്തക്ക കൊണ്ടുവന്ന് കൊടുത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കുറേ നേരം ആ വത്തക്കയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. കുറേ നേരം വത്തക്കയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് ആ വത്തക്ക കഴിക്കാതെ മറ്റൊരു സഹാബിക്ക് കൊടുത്തു. അപ്പൊ കൊണ്ടുവന്ന ആള് ചോദിച്ചു, നിങ്ങൾക്ക് വത്തക്ക ഇഷ്ടല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്, മുത്തബിഉസ് സുന്ന എന്നാണ് പറയുക, ആ സഹാബിയോട് ചോദിക്കാൻ, നിങ്ങൾക്ക് വത്തക്ക ഇഷ്ടല്ലേ? ആ സമയത്ത് ആ സഹാബി പറഞ്ഞത്, എനിക്ക് വത്തക്ക ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈ വത്തക്ക എങ്ങനെയാണ് പ്രവാചകൻ തിന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹുവിന്റെ ഹബീബ് വത്തക്ക തിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഈ വത്തക്ക എനിക്ക് വേണ്ട. കാരണം പ്രവാചകൻ അതേപോലെ പകർത്താൻ ശ്രമിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി ഇരുന്നതുപോലെ ഇരിക്കും, നബി കഴിച്ചതുപോലെ കഴിക്കും, നബി വെള്ളം കുടിച്ചതുപോലെ വെള്ളം കുടിക്കും, നബി നടന്നതുപോലെ നടക്കും, നബി വസ്ത്രം ധരിച്ചതുപോലെ വസ്ത്രം ധരിച്ചു പോയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു വത്തക്ക കിട്ടിയപ്പം പറഞ്ഞത്, എന്റെ പ്രവാചകൻ ഈ വത്തക്ക എങ്ങനെയാണ് തിന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഈ വത്തക്ക ഞാൻ തിന്നൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ രീതിയിലേക്ക് ആ സ്വഹാബത്തിനെ മാറ്റം വരുത്തി പരിവർത്തനം സൃഷ്ടിച്ചു. അല്ലേ? നമ്മളിന്ന് പ്രവാചകൻ തിന്ന രീതിയിൽ തിന്നുന്നില്ലെങ്കിലും ആ ഭക്ഷണത്തിന്റെ മര്യാദകൾ പാലിക്കാൻ നമ്മളൊന്നും തയ്യാറാവാറുണ്ടോ? വലത് കൈയൊന്ന് കുടിക്കണമെന്നാണ് ഇസ്ലാമിക കൺസെപ്റ്റ്, ഇസ്ലാമിക തത്വശാസ്ത്രം. പക്ഷെ എത്ര ആളുകളുണ്ടെന്ന് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വലത് കൈ കൊണ്ട് സൂക്ഷിക്കുന്ന എത്ര ആളുകളുണ്ടാവും? ഭക്ഷണം കഴിക്കൽ സ്വാഭാവികമായിട്ടും വലത് കൈ, പക്ഷെ വെള്ളം കുടിക്കലൊക്കെ ആ ക്ലാസ്സുമലാകും എന്നുള്ളൊരു പേടിയാണ് നമുക്കല്ലേ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു 6 സുന്നത്ത് ഞാൻ പറയാം. 1, ബിസ്മി ചൊല്ലുക ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ്. 1 ബിസ്മി ചൊല്ലുക, രണ്ടാമത്തത് വലത് കൈ കൊണ്ടായിരിക്കുക, മൂന്നാമത്തത് അല്പാൽപമായി കുടിക്കുകയും അതുപോലെ തിന്നുകയും ചെയ്യുക. ചില ആൾക്കാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുന്നതാണ്. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കുടിക്കുക ചെയ്യുക. പ്രവാചകൻ പറഞ്ഞത്, നിന്ന് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മരുന്നില്ലാത്ത രോഗം കൊണ്ട് അവരെ പരീക്ഷിക്കുന്ന
ഇന്ന് വൃക്ക ഫെയിലാവുന്നതിന്റെ, കിഡ്നി ഫെയിലർ ആകുന്നതിന്റെ ഒന്നാമത്തെ കാരണമായി വൈദ്യശാസ്ത്രം പറയുന്നത് ഭക്ഷണം നിന്ന് കഴിക്കുകയും നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നതാണെന്നാണ്. അതുകൊണ്ട് ഇരുന്ന് കുടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്പാൽപമായി കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക. അതേപോലെ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും കുടിക്കുന്ന വെള്ളത്തിലേക്കും നോക്കിയിട്ടായിരിക്കണം കുടിക്കേണ്ടത്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ തീന്മേശയുടെ മുമ്പിൽ ഇങ്ങനെ കുറെ ഭക്ഷണ രൂപം കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിൽ ചപ്പുണ്ടാവും, ചീര ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, കാട പൊരിച്ചതുണ്ടാവും, കപ്സ് ഉണ്ടാവും, മന്തി ഉണ്ടാവും, ചെമ്മീനൊക്കെ ഉണ്ടാവും. നമ്മൾ ചെമ്മീനക്ക് നോക്കും, കപ്സയിലേക്ക് നോക്കും, മന്തിയിലേക്ക് നോക്കും. ആ ചീരയിലേക്കൊന്നും നമ്മൾ ആരും നോക്കൂല അല്ലെ? അച്ചാർക്കൊക്കെ ആരാ നോക്കുക? എന്നെല്ലാ ഭക്ഷണത്തിലേക്കും നോക്കണം. അതിലൊരു ബർക്കത്തുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് കഴിക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പിന്നെ അഞ്ചാമത്തത് ഇരുന്നിട്ടാവുക. ആറാമത്തത് ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ എന്ന് പറയുക. അപ്പൊ അത് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലെ? ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു ബോധം വേണം. എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത്? അപ്പൊ എനിക്ക് എന്തിനാണ് ഈ ജീവിതം തന്നത്? ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഞാൻ ആരെയാണ് പഠിക്കേണ്ടത്, ആരെയാണ് പകർത്തേണ്ടത് എന്നൊരു ബോധം നമുക്ക് തന്നാൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ പഠിക്കേണ്ടത് പ്രവാചകനെയാണ്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ പകർത്തേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് നമ്മൾ ജടവഴിച്ചാൽ പരിശുദ്ധ ഖുർആൻ തന്നെ അവർക്ക് നൽകുന്ന നേട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ومن يطع الله والرسول ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഭയപ്പെട്ട് ജീവിക്കുന്നത്, അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവന്റെ നടത്തത്തിൽ, അവന്റെ വേഷവിധാനത്തിൽ, അവന്റെ തലമുടി വെട്ടുമ്പോൾ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മാർഗം ഏതാണോ, പ്രവാചകൻ ജീവിച്ച രീതി ഏതാണോ, അങ്ങനെ ആരാണോ സ്നേഹിച്ച് അല്ലാഹുവിന്റെ പ്രവാചകനെ ഭയപ്പെട്ട് ജീവിക്കുന്നത്, വഴിപ്പെട്ട് ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫൗലായിക അത്തരക്കാരായ ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അവർ അല്ലാഹു അനുഗ്രഹിച്ചവരെ കൂടെയാകുന്നു. ഓരോ ദിവസവും 17 പ്രാവശ്യം ഒരു വിശ്വാസി ദുആ ചെയ്യാറുള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരെ മാർഗ്ഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകൻ ജീവിച്ചതുപോലെ, അല്ലാഹു പറഞ്ഞതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, അങ്ങനെ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ സഹോദരി, അവരല്ലാഹു അനുഗ്രഹിച്ചവരെ കൂടെയാകുന്ന ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാരിൽ നിന്ന്, രക്തസാക്ഷികളിൽ നിന്ന്, സിദ്ദീഖീങ്ങളിൽ നിന്ന് അല്ലാഹു അനുഗ്രഹിച്ചവരെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ അവരാണ് ആഖിറത്തിൽ കൂട്ടുകെട്ട് നന്നായവർ, സൗഹൃദം നന്നായവർ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം പകർത്തിയിട്ട് ഈ ലോകത്ത് നിന്ന് മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടു പോകുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നബിയെ പകർത്തുക, നബിയുടെ കൂടെയാവുക. അങ്ങനെ നമ്മൾ നബിയെ പകർത്തുകയും അത് പഠിക്കുകയും ചെയ്താൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കഴിയാൻ കഴിയുന്നതാണ്. ദുനിയാവിൽ വെച്ച് റസൂലുള്ളാഹിയെ കാണാൻ കഴിയാത്തവരല്ല നമ്മൾ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ എപ്പോഴാണ് അവസാന നാള്, എപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ? ആ സ്വഹാബിയോട് പ്രവാചകൻ ചോദിക്കുന്നു, ആ ഖിയാമത്തിന് വേണ്ടിയിട്ട് നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് മഹാനായ പ്രവാചകനോട് ആ സ്വഹാബി വര്യൻ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ഖിയാമത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കരുതി വെച്ചിട്ടില്ല എന്ന് ആ സ്വഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത്, നിന്റെ മനസ്സിലെ ഹീറോ ആരാണോ അവരെ കൂടെയായിരിക്കും നീ നാളെ മഹ്ശറിൽ നല്ല പരലോകത്ത് കഴിഞ്ഞുകൂടുക. നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് ഏതെങ്കിലും സ്പോർട്സ് താരത്തിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരത്തിന്റെ വേഷവിധാനങ്ങളാണ് നിന്റെ ഹൃദയത്തിൽ സ്വാധീനിക്കുന്നതെങ്കിൽ നാളെ നരകത്തിൽ അവരെ കൂടെ നീ കഴിയേണ്ടി വരും. നേരെ മറിച്ച് നീ വസ്ത്രം ധരിക്കുന്നതും, നീ തല മറക്കുന്നതും, നിന്റെ ശരീരം മറക്കുന്നതും അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ സ്വഹാബത്തും അവിടുത്തെ ഭാര്യ
പ്രവാചകന്മാരും കാണിച്ചു തന്ന രീതിയിലാണ് നമ്മുടെ വേഷവിധാനവും സംസാരവുമെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കഴിയാൻ പറ്റും. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഈ ഹദീസ് ഇറങ്ങിയപ്പോൾ, ഈ ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വഹാബാക്കൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം എന്തെന്നറിയോ? ഞങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും സ്നേഹിക്കുന്നവരാണ്. അവർ ചെയ്ത ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അവരോടുള്ള സ്നേഹം കൊണ്ട് നാളെ സ്വർഗ്ഗലോകത്തേക്ക് കടന്നു പോകാമെന്ന വിശ്വാസമുണ്ട്. അതല്ലേ പ്രവാചകൻ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞങ്ങൾ വല്ലാതെ സന്തോഷിച്ചതെന്ന് അനസ് റളിയല്ലാഹു തആല. അവർ ജീവിതത്തിലും മരണത്തിലും പ്രവാചകന്റെ സാന്നിധ്യം ആഗ്രഹിച്ചവരാണ്. അവർ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം ആഗ്രഹിച്ചവരാണ്. അവർ മരണപ്പെട്ടു പോകുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം ആഗ്രഹിച്ചവരാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവേള ചരിത്രത്തിൽ വളരെ ഹൃദയസ്പൃക്കായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന മജൂസി സുബ്ഹി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിലൂടെ വന്നിട്ട് കടാര കുത്തി കയറ്റുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ്, ഇസ്ലാമിന്റെ ധീരനായ ഖലീഫ, ഖലീഫത്തുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്, ഉമർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പിശാച് വഴിയിലൂടെ നടന്നു വന്നാൽ ഉമറെ അങ്ങേ കണ്ടാൽ പിശാച് വഴിമാറി പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞ, നാളെ സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം ഞാൻ കണ്ടത് ഉമറിന് വേണ്ടിയുള്ളതാണെന്ന് പ്രവാചകൻ പറഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മരണവേളയിൽ, ഇങ്ങനെ മരണസമയത്ത് കുത്തേറ്റിട്ട് നിലത്ത് കിടന്ന് പിടയുകയാണ്. മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണല്ലോ. ആ വേദനയിൽ ഇങ്ങനെ പിടയുമ്പോ ചില ആളുകൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. വെള്ളം കുടിക്കാൻ വിസമ്മതിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ വിളിച്ചു, അബ്ദുള്ളയോട് പറഞ്ഞു, മോനെ അബ്ദുള്ള, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് വെള്ളമല്ല വേണ്ടത്, നീ നേരെ ചെല്ലണം നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെല്ലണം. ആയിഷ ബീവിയോട് ചെന്നിട്ട് ചോദിക്കണമല്ലയോ, പ്രിയപ്പെട്ട മഹദി, എന്റെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ ചാരത്ത് എന്റെ മയ്യത്ത് വെക്കാൻ എനിക്ക് സമ്മതം തരുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതക്ക ആരാ? പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. രണ്ട് ഖബറിന് സ്ഥാനമുണ്ട്. ഒന്ന് സിദ്ദീഖുൽ അക്ബറിന് വേണ്ടി മാറ്റിവെച്ചു, മറ്റൊന്ന് തനിക്ക് വേണ്ടി മാറ്റിവെച്ചു. ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ വാപ്പ ഇതാ കുത്തേറ്റുകൊണ്ട് പള്ളിയിൽ കടന്ന് പിടയുകയാണ്, എന്റെ വാപ്പ ഇതാ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അവസാനമായി എന്റെ വാപ്പാക്കൊരാഗ്രഹമുണ്ട്, എന്റെ ഹബീബിന്റെ ചാരത്തിൽ കിടക്കാൻ എന്റെ വാപ്പാക്കൊരാഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ മയ്യത്ത് വെക്കാൻ വേണ്ടി മാറ്റിവെച്ച സ്ഥലം എന്റെ വാപ്പാക്ക് കൊടുക്കുമോ എന്ന് എന്റെ വാപ്പ ചോദിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ടു നിന്ന് പോയി. കാരണം ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോകുമ്പോ അവസാനമായി ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, എനിക്കൊന്ന് പല്ല് തേക്കണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അറാക്ക് എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് തന്റെ വായിൽ വെച്ച് ചവച്ചു. എന്നിട്ട് ഹബീബിന്റെ വായിലേക്ക് അറാക്ക് വെച്ച് കൊടുക്കുകയാണ്. അഭിമാനത്തോടുകൂടി ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാറുണ്ട്, എന്റെ ഹബീബി ലോകത്തിൽ വിട പറയുമ്പോ അവസാനമായി എന്റെ റസൂലുള്ളാഹിയുടെ നാവിലേക്ക്, എന്റെ റസൂലുള്ളാഹിയുടെ വായിലേക്ക് കഴിക്കാൻ കൊടുത്തത് എന്റെ ഉമിനീരാണ് എന്ന് പറഞ്ഞ ആയിഷ ബീവി മരണവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സ്വഹാബത്തൊക്കെ പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നാളെ സ്വർഗ്ഗലോകത്തിൽ ഞാൻ തന്നെയാണോ അങ്ങയുടെ ഭാര്യ? ഇങ്ങനെ തന്റെ ഭർത്താവിനെ അതിരറ്റ് സ്നേഹിച്ച തന്റെ ഭാര്യയോട് വന്ന് ചോദിക്കുന്നു ആയിഷ ബീവി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബർ വെച്ച സ്ഥാനത്ത് എന്റെ വാപ്പയുടെ മയ്യത്ത് വെക്കാനുള്ള അവസരം എന്റെ വാപ്പ ചോദിച്ചിട്ടുണ്ട്, ആ സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറയുന്നു, അബ്ദുല്ലാഹ്, എന്റെ വാപ്പയുടെ, എന്റെ ഭർത്താവിന്റെ, ലോകത്തിന്റെ കാരുണ്യമായ, എന്റെ കരളിന്റെ കഷ്ണമായ ആർക്കാ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിൽ കിടക്കാൻ ആഗ്രഹമില്ലാത്തത്? മഹാനായ ഉഖാശ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി നബിയോട് പറഞ്ഞില്ല, നബിയെ, അങ്ങയോട് എനിക്ക് പ്രതികാരം തീർക്കാനുണ്ട് എന്ന്. ചരിത്രം എല്ലാവർക്കും അറിയാതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ ഉഖാശ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കുന്തം അടി കൊടുത്തപ്പോൾ പ്രവാചകന്റെ ശബ്ദം അയച്ചു വെക്കുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, നബിയെ, ഈ യുദ്ധത്തിൽ എന്റെ ജീവൻ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ബദർ യുദ്ധത്തിൽ ഞാൻ ഷഹീദാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ നാളെ എന്റെ മയ്യത്ത് ഖബറിലേക്ക്
അതുകൊണ്ട് അവസാനമായി അങ്ങയുടെ ശരീരം ഒന്ന് കെട്ടിപ്പിടിക്കാൻ നബിയെ അങ്ങയോട് പ്രതികാരം തീർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനെ പുൽകാൻ വേണ്ടി ആഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് കടക്കാൻ താല്പര്യമില്ലാത്തത്? അങ്ങനത്തെ ഒരു സ്ഥാനം ചോദിക്കുന്നു ആരോട്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട്. ഉമറുൽ ഫാറൂഖിന്റെ മകൻ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അവസാനം ചരിത്രം അറിയുന്നു, ലോകത്തെ ഏറ്റവും വലിയ സംഭാവന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ ചാരത്തുള്ള തന്റെ മയ്യത്ത് വെക്കാൻ വേണ്ടി മാറ്റിവെച്ച സ്ഥലം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് സംഭാവന കൊടുത്തു. ആര്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അത് വന്ന് പറഞ്ഞു, ഉമറുൽ ഫാറൂഖിനോട് മകൻ വന്ന് പറയുന്നു, വാപ്പാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അങ്ങയുടെ മയ്യത്ത് വെക്കാൻ വേണ്ടിയിട്ട് സമ്മതം തന്നിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങൾ അല്ലാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുന്നത്, ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരിക്കൽ അല്ലാഹു നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇതിൽ അത്ഭുതം പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നാണോ മണ്ണെടുക്കുന്നത് ആ ഭാഗത്തായിരിക്കും അയാളെ മയ്യത്ത് മറവ് ചെയ്യുക. നമ്മുടെ ആത്മീയ വെളിച്ചമായ ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ മഹാനവരെ സൃഷ്ടിക്കാൻ വേണ്ടി കാട്ടിച്ചിറക്കിൽ നിന്ന് മണ്ണെടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഓരോ മനുഷ്യന്റെയും സൃഷ്ടിപ്പിന് വേണ്ടി ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നാണോ അല്ലാഹു മണ്ണെടുക്കുന്നത് ആ മണ്ണെടുക്കുന്ന പ്രദേശത്തായിരിക്കും അയാളെ മയ്യത്ത് മറവ് ചെയ്യുക എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ പരിശുദ്ധമായ മദീനയിൽ ചെന്ന് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലും മരണത്തിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുവെങ്കിൽ വിശ്വാസികളെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സിഫത്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇമ്പം തോന്നാറില്ലേ? മദീന എന്ന വാക്ക് കേൾക്കുമ്പോൾ, മദീനയിലെ പച്ചക്കുപ്പ എന്ന് പറയുമ്പോൾ ആ മദീനയിലെ പച്ചക്കുപ്പയുടെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ വിതമ്പിക്കരയാത്തവരാരാണുള്ളത്? ആ പച്ചക്കുപ്പ കടന്നു ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിക്കാതെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ നടന്നു പോകാൻ കഴിയുക? അല്ലാഹുവേ, സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആ പ്രവാചകനുള്ള അടങ്ങാത്ത സ്നേഹം ഉള്ളിലുള്ള നമ്മൾ ആഖിറത്തിലെങ്കിലും ആ പ്രവാചകന്റെ കൂടെ കഴിയണ്ടേ? ആഖിറത്തിലെങ്കിലും ആ പ്രവാചകന്റെ കൂടെ കഴിയണ്ടേ? മഹ്ശറിൽ വെച്ച് നബിയെ കാണണ്ടേ? മഹ്ശറിൽ വെച്ച് നബിയെ സ്പർശിക്കണ്ടേ? അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്തെന്നറിയാം? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുക, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടണം. അതിന് മദീനയിൽ വെച്ച് മരിക്കണം. മദീനയിൽ ആരാണോ മരണപ്പെടുന്നത്, മദീനയുടെ മണ്ണിൽ ആരാണോ അന്ത്യവിശ്രമം കൊള്ളുന്നത്, അവർക്ക് ഖബറിൽ ഹിസാബില്ല എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, എല്ലാവർക്കും ഓരോ സ്ലിപ്പ് തരും, എല്ലാവർക്കും ഓരോ സ്ലിപ്പ് തരും. അടുത്ത വർഷത്തേക്ക് ഒരൊറ്റ ആഗ്രഹം. എന്താണ് ആഗ്രഹം? പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മദീനയിൽ വെച്ച് മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മദീനയിൽ വെച്ച് മരിക്കണം. ഈ ആഗ്രഹം വെച്ചുകൊണ്ട് എല്ലാവരും ഒരു ഗ്രാമം കൊടുക്കാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല ഈ സദസ്സിൽ. ഒരു ദിവസം നമ്മൾ 20 റുപ്യ വെച്ച് മാറ്റിച്ചാൽ തന്നെ ഏകദേശം 6500 രൂപ നമുക്ക് ഒരു വർഷത്തിലേക്ക് വരുമാനം ഉണ്ടാവും. 20 രൂപ നമ്മൾ മാറ്റിച്ചാൽ മതി. നമ്മൾ 10 റുപ്യ എല്ലാ സഹോദരിമാർക്കും അറിയാം. നമുക്ക് മീനൊക്കെ വാങ്ങാൻ തരുന്ന 50 രൂപയിൽ നിന്ന് 40 റുപ്യക്ക് മീൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? 10 റുപ്യ മാറ്റി വെക്കുക. നമ്മുടെ ഭർത്താവിന്റെ അധ്വാനം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, വിയർപ്പ് കൊണ്ട് അടുത്ത വർഷം നമ്മുടെ മഹലിലെ നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ അവരെ ആ കല്യാണത്തിലേക്ക്, അവരെ സ്വർണത്തിലേക്ക് നമ്മുടെ വക 1 പവൻ സ്വർണം, അല്ലെങ്കിൽ ഒരു 1/2 പവൻ സ്വർണം, അല്ലെങ്കിൽ ഒരു 1/4 പവൻ സ്വർണം എല്ലാവരും മനസ്സിൽ നീ ഒറ്റ ആഗ്രഹം വെക്കുക. നമ്മുടെ രോഗം മാറാനും മറ്റുള്ളതിനൊക്കെ നമ്മൾ സംഭാവന കൊടുക്കാറുണ്ട് അല്ലേ? ഇന്ന് വരെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ ഉസ്താദേ, അതിനു വേണ്ടി ഇതാ സംഭാവന ആരാ കൊടുത്തിട്ടുള്ളത്?
അവിടെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മദീനയിൽ വെച്ച് മരിക്കണം. അതിനുവേണ്ടി എത്രയാണോ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടത് പിരിവൊന്നും ചോദിക്കുന്നില്ല. അൻവർ രാവിലെ കണ്ടു, അൻവർ ഇവിടെ ഇല്ലേ? അൻവർ പോയോ? അൻവർ രാവിലെ വൈകുന്നേരം കണ്ടപ്പോ തന്നെ ചോദിച്ചു, ഉസ്താദേ ഇന്ന് പിരിവുണ്ടാവോ? പിരിവുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്നാ പറഞ്ഞു. അതുകൊണ്ട് പിരിവ് ചോദിക്കില്ല. അപ്പൊ നമ്മൾ ചോദിക്കാൻ നിൽക്കണം. നമ്മള് അവസാനം ചെയ്യും. അവിടെ എല്ലാവർക്കും സീറ്റ് കൊടുക്കും, എല്ലാവരും വാങ്ങണം. എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്, 50,000 കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, അതല്ല 20,000 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 2,000 ആണെങ്കിൽ അങ്ങനെ, ഇനി 500 രൂപയാണെങ്കിൽ 500 രൂപ അടുത്ത വർഷത്തെ. ഇനി എല്ലാവരും 500 രൂപ എഴുതുന്നത് അത് ഞാനൊരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് തന്നതാന്ന് മാത്രം. എത്രയാണോ സഹോദരിമാർക്കൊക്കെ കൊടുക്കാൻ കഴിയുക അത് നിങ്ങൾ കൊടുക്കുക. ആ ലിസ്റ്റിൽ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവരും. ഞാൻ ഓരോന്നും വായിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ സദർസ്ഥാന്റെ നേതൃത്വത്തിൽ നമുക്ക് തവസ്സുൽ ബൈത്ത് ചൊല്ലി ബദരീങ്ങളെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ എല്ലാവരും തന്നവരാണ്. അതുകൊണ്ട് ചെറിയൊരു സംഖ്യ കൊടുക്കുക. ഒരു ഗ്രാമ സ്വർണം കൊടുക്കാൻ കഴിയാത്തവരാരും ഉണ്ടാവില്ല. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഓരോ ഗ്രാമം വെച്ച് സ്വർണം കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഏകദേശം 300 ഗ്രാമ സ്വർണ്ണമെങ്കിലും നമുക്ക് കിട്ടും. 300 ഗ്രാമ സ്വർണ്ണമെങ്കിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിൽ വെച്ച് അതിന് സാധിക്കണം. ഞാൻ കൂടുതലായി ഒന്നും ചോദിക്കുന്നില്ല. ആ ലിസ്റ്റ് എല്ലാവരും എത്രയാണോ നിങ്ങൾക്ക് ഒരു 10 രൂപ 20 രൂപ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബിൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു على النبي അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓരോ സ്വർണ്ണമുദ്ര കൊടുത്ത് നോക്കട്ടെ. ഒരു സ്വർണ്ണാഭരണം കൊടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ. ഒരു ചിറ്റ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഹാസിലാകാൻ വേണ്ടി അല്ലാഹു അത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതേപോലെ മറ്റൊരു സഹോദരി ഒരു മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അവസാനം നമ്മളെല്ലാം എല്ലാം എടുത്ത് പറഞ്ഞ് പ്രത്യേകമായി നമ്മളതൊക്കെ വായിച്ച് എല്ലാവരും ആഗ്രഹങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരണ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി പിരിച്ച പ്രസംഗത്തിന്റെ അത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക്, മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ തട്ടിച്ചു നോക്കിയിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയായിരിക്കട്ടെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സദസ്സ്. നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതും അതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സഹാബത്തിന്റെ പ്രവാചകന്മാരുടെ ജീവിതം നൽകുന്ന പാഠം എന്തെന്നറിയോ? നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതും എന്തെന്നറിയോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. റബ്ബിലേക്ക് അലിഞ്ഞു തീരാനുള്ള ഒരു തീരുമാനമാണ്. മഹാൻ വർഷങ്ങൾക്ക് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാക്കളെല്ലാം ആലമുൽ അർവാഹിൽ വിളിച്ചു ചേർത്തുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലസ്തു ബിറബ്ബിക്കും? ഖാലൂ ബലാ. അന്ന് എല്ലാവരോടും ചോദിക്കുന്നു, അലസ്തു ബിറബ്ബിക്കും? ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഖാലൂ ബലാ. അന്ന് നമ്മളൊക്കെ പറഞ്ഞു, അതേ രക്ഷിതാവേ, നീ ഞങ്ങളെ റബ്ബ് തന്നെയാണ്. പക്ഷേ ദുനിയാവിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മൾ അതെല്ലാം മറന്നുപോയി. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് വല്ലാത്ത നന്ദികേട് കാണിക്കുന്നവനാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അന്ന് ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ചപ്പോൾ അതിന് അതേ നീ എന്റെ റബ്ബാണെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുള്ളത്? ആലമുൽ അർവാഹിൽ ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശം സൃഷ്ടിച്ചിട്ട് അല്ലാഹു ലോകത്തുള്ള വരാനിരിക്കുന്ന കഴിഞ്ഞുപോയ ഇപ്പൊ ജീവിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അലസ്തു ബിറബ്ബിക്കും? ഞാൻ നിങ്ങളെ റബ്ബല്ലേ? നമ്മളെല്ലാവരും പറഞ്ഞു, അതെ ഞാൻ ഞങ്ങളെ റബ്ബ് തന്നെയാണ്. പക്ഷേ ഇന്ന് ദുനിയാവിലെത്തിയപ്പോൾ നമ്മളത് മറന്നുപോയി. അന്ന് ചോദിച്ചത് ഓർമ്മയുള്ള ആൾക്കാരൊക്കെ കൈപ്പൊക്കെ കാണട്ടെ. ആരുല്ലേ? എനിക്ക് ഓർമ്മല്ല. ഖലീൽ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന് അല്ലാഹു ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് പറയാൻ കാരണം ഒരു ചരിത്രം പറയുന്നുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ല അലി, ചില ആളുകൾക്ക് ചില ആൾക്കാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അയാൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല, ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ആ വ്യക്തിയോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എങ്ങനെയുണ്ടോ? അയാളൊന്നും നമ്മൾ ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല, നമ്മളോട് സംസാരിച്ചിട്ട് പോലില്ല, നമ്മൾ ഇന്നുവരെ അയാളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അയാളോട് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും.
എന്നാൽ ഒരു ഉപകാരം ചെയ്യാത്ത, നമ്മളോട് ഇന്ന് വരെ സംസാരിക്കാത്ത ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില ആളുകളോട് നമ്മൾക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും. അതെന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആലമുൽ അർവാഹിൽ അല്ലാഹു ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടി. അവിടെ വെച്ച് ആരൊക്കെയാണോ പരിചയപ്പെട്ടവർ, അവർ ദുനിയാവിൽ എത്തുമ്പോൾ അവർ പരസ്പരം പരിചയപ്പെടും. അന്ന് അവിടെ വെച്ച് ആരൊക്കെയാണോ തർക്കിച്ചവർ, അവർ ദുനിയാവിൽ വെച്ച് പരസ്പരം തർക്കിക്കും. അന്ന് അവിടെ വെച്ച് ആരൊക്കെയാണോ പരസ്പരം പിണങ്ങിയവർ, അവർ ദുനിയാവിൽ വെച്ച് പരസ്പരം പിണങ്ങും. അന്ന് ആർക്കൊക്കെയാണോ പരസ്പരം ദേഷ്യമുണ്ടായത്, അവർക്ക് പരസ്പരം ദേഷ്യമുണ്ടാവും. ആർക്കൊക്കെയാണോ ഏതൊക്കെ ആത്മാക്കൾക്കാണോ അന്ന് പരസ്പരം സ്നേഹമുണ്ടായത്, ആ സ്നേഹം അവർ ദുനിയാവിൽ എത്തുമ്പോൾ ആ സ്നേഹം ഉണ്ടാവും. അല്ലേ? ഇന്ന് ദുനിയാവിലെ ഭാര്യ ഭർത്താക്കന്മാർ ആലമുൽ അർവാഹിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അള്ളാഹുവിന്റെ ഒരു കഥ ആണത്. അല്ലെ? ഈ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്ന, ഞാൻ നിങ്ങളെ റബ്ബല്ലേ? നമ്മൾ പറഞ്ഞു, അതെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. പക്ഷേ ആ റബ്ബ് നമ്മുടെ റബ്ബാണ് എന്ന ചിന്ത നമുക്ക് മാറിപ്പോയിട്ടുണ്ട്. അള്ളാഹുലേക്ക് അലിഞ്ഞു തീരുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത ദൗത്യം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇബ്നു ആദം ഖലഖതുക ലിൽ ഇബാദ, അല്ലയോ ആദം സന്തതിയെ, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് കളിച്ചുകൊണ്ട് നിന്റെ ജീവിതം നീ തീർക്കാൻ പാടില്ല. വഖസംതു ലക റിസ്ഖുക, നിനക്കുള്ള ഭക്ഷണം അള്ളാഹു തയ്യാർ ചെയ്തിട്ടുണ്ട്. ഫലാ തൽഅബ്, അതുകൊണ്ട് ആ ഭക്ഷണം തേടിയിട്ട് നീ ക്ഷണിക്കണ്ട. ഞാൻ നിനക്ക് തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ, നിനക്ക് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ, നിന്റെ ശരീരവും നിന്റെ കൽബും നല്ല റാഹത്തുണ്ടാവും, സമാധാനമുണ്ടാവും. നീ എന്റെ അടുക്കൽ സ്തുതിക്കുന്നവനുമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കളിക്കല്ല ചെറുപ്പക്കാരാ, നിന്റെ സമയം നീ കളിച്ചു തീർക്കല്ല സഹോദരി. നിന്റെ സമയം അനാവശ്യമായ സീരിയലുകൾ കണ്ടുകൊണ്ട്, റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ട് തീർക്കാനുള്ളതല്ല. അല്ലാഹുവിന് വേണ്ടി ആരാധന ചെയ്യാനുള്ളതാണ്, റബ്ബിനെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മക്കയിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര പോവുകയാണ്. ഒരു സൈന്യാധിപനായി കൊണ്ട് യാത്ര പോകുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് 2000 കിലോമീറ്റർ ഉണ്ട്. UAE ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവിടെയും മരുഭൂമിയുണ്ട്. സൗദി അറേബ്യയിലും മരുഭൂമിയുണ്ട്. മക്ക എന്ന് പറയുന്ന പ്രദേശം പാറകളും കല്ലുകളും നിറഞ്ഞതാണ്. ആ പാറകളും ദുർഘടമായ വഴിയിലൂടെ 2000 കിലോമീറ്റർ താണ്ടിക്കൊണ്ട് സിറിയയിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായി കടന്നു ചെല്ലുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല കടന്നു ചെല്ലുകയാണ്. കുറെ ദൂരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ കല്ലുകൾ തട്ടിയിട്ട് മുറിവ് വന്നത് പഴുത്തുപോയി. വ്രണങ്ങൾ ഇങ്ങനെ പഴുത്തു, അതിൽ ജലം നിറഞ്ഞു. അങ്ങനെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് പരിചരണം നൽകാൻ സിറിയയിലെ ഡോക്ടർമാരൊക്കെ വന്നു. അവർ വന്ന് കാല് പരിശോധിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളെ കാല് പഴുത്തിട്ടുള്ളത് കൊണ്ട് മുറിച്ചു മാറ്റണം. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കാല് മുറിച്ചു മാറ്റണം. ഈ കാല് മുറിച്ചു മാറ്റലല്ലാതെ ഈ ലോകത്തിന് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നിങ്ങളെ കാല് മുറിച്ചു മാറ്റണം. സമ്മതമാണോ? അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല പറഞ്ഞത് എനിക്ക് സമ്മതമാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അവനോട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളെ ഈ ഉണർവിൽ കാല് മുറിക്കാൻ പറ്റുകയില്ല. കുറച്ച് മയക്കുമരുന്ന് തരാം, നിങ്ങളെ ബോധം പോവാൻ, നിങ്ങൾ ഉറങ്ങിക്കിടക്കാൻ, വേദന അറിയാതിരിക്കാൻ. അനസ്തേഷ്യ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബോധം കെടുത്തിട്ട് എന്ത് ചെയ്യുക, കാല് മുറിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അത് കുറച്ചൊരല്പം മരുന്ന് നിങ്ങൾക്ക് തരാം, നിങ്ങളെ ബോധം ഒന്ന് പോവാൻ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല പറഞ്ഞു, അത്രേ, എനിക്ക് മരുന്നൊന്നും വേണ്ട, ഞാൻ ഉണർവിലിരിക്കുന്ന സമയം. അൽഹംദുലില്ലാഹ്, കാട്ടിക്കുളത്തുള്ള അഷ്റഫ് അല്ലാഹു നല്ല ഖൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 ആൺകുട്ടികൾ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്താണ്. അല്ലാഹു മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല എന്നോട് പറയുന്നുണ്ട്, അങ്ങനെ കാല് മുറിച്ചു മാറ്റണം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കാല് മുറിച്ചു മാറ്റാൻ എനിക്ക് മരുന്ന് വേണ്ട. ഞാൻ ഉണർവിലിരിക്കുമ്പോൾ എന്റെ റബ്ബിനെ കുറിച്ച് ഓർക്കാത്തൊരു സമയം എനിക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാൻ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റാം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അങ്ങനെ ദിക്റിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഡോക്ടർ വന്ന് കാല് മുറിച്ചു. മുഅ്മിനായ മനുഷ്യന്റെ ജീവനുള്ള ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും
ഏതെങ്കിലും അവയവം മുറിച്ചു മാറ്റിയാൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം ശരീരഭാഗം മറവ് ചെയ്യണം. ആ ശരീരഭാഗം ഏതാണോ അറ്റുപോകുന്നതെങ്കിൽ ആ ശരീരഭാഗം മറവ് ചെയ്യണം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ചു മാറ്റിയ കാലിങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അവസാനമായി എന്റെ കാലൊന്ന് കാണണം, എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ആ കാലൊന്ന് എനിക്ക് കാണണം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിങ്ങനെ കൊണ്ടുപോകുമ്പോ ആ കാലിലേക്ക് നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് കം ആഫൈതലി മിൻ അള്ളാ, എന്റെ മറ്റുള്ള ശരീരങ്ങൾക്ക് എന്റെ മറ്റുള്ള ശരീരങ്ങൾക്കൊക്കെ ആരോഗ്യം തന്ന റബ്ബേ നിനക്ക് എത്ര സ്തുതി, നിന്നെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ശരീരത്തിൽ നിന്ന് കാല് മുറിച്ചു മാറ്റിയിട്ടും മറ്റുള്ള ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചോർത്ത് റബ്ബിനെ കുറിച്ച് സ്തുതിച്ച റബ്ബിനെ സ്തുതിച്ച അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു മുട്ടുവേദന വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഊരവേദന വരുമ്പോ, ഒരു ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മൾ പ്രയാസപ്പെടാറില്ലേ? പടച്ചോൻ എന്തായിരിക്കും ഇങ്ങനത്തെ ഒരു അസുഖം തന്നത് എന്ന് നമ്മൾ വേവനാതിപ്പെടാറില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റിയിട്ട് മറ്റുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്രേ, അൽഹംദുലില്ലാഹ്, ബാക്കിയുള്ള ശരീരത്തിനൊക്കെ അല്ലാഹു ആരോഗ്യം തന്നല്ലോ എന്നാണ്. ഈ രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റണം. പ്രയാസങ്ങൾ തരുമ്പോ അല്ലാഹനെ മറക്കരുത്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ് പടച്ചോൻ കുടുങ്ങിപ്പോയി. ഒരിക്കലും നമ്മൾ കുടുങ്ങിപ്പോയി പെട്ടുപോയി എന്ന് പറയാൻ പാടില്ല എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹുവിന്റെ ചരിത്രം, അവരുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതും അതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടാവുക, റബ്ബിലേക്ക് നമുക്ക് അലിഞ്ഞു ചേരാൻ സാധിക്കണം. മഹാനായ സുലൈഖ ബീബി റളിയല്ലാഹു അൻഹ, സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ കാണാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീവിതകാലത്ത് കയറി പിടിക്കാൻ ശ്രമിച്ച ആളാണ് സുലൈഖ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് രാജാവ് മരണപ്പെട്ടു പോയപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ ബീബിയെ വിവാഹം കഴിച്ചു. സുലൈഖ ബീബിയെ വിവാഹം കഴിച്ച് മണിയറയിലേക്ക് വിളിക്കുന്ന സമയത്ത് സുലൈഖ ബീബി പറയും, എനിക്കിപ്പോ സമയമല്ല, നേരം വെളുക്കട്ടെ. പകൽ സമയത്ത് വിളിക്കുമ്പോൾ പറയും, എനിക്കിപ്പോ സമയമില്ല, ഞാൻ കുറച്ച് ഇബാദത്ത് ചെയ്യട്ടെ, രാത്രിയാവട്ടെ. രാവും പകലും ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി നിരസിച്ചപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ ബീവിയോട് ചോദിക്കുന്നുണ്ട്, സുലൈഖ, അല്ലാഹു എന്റെ ശരീരം നിനക്ക് ഹറാമാക്കിയ കാലഘട്ടത്തിൽ നീ എന്നെ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവല്ലോ, ഇപ്പൊ എന്റെ ശരീരവും ഞാനും നീയും ഹലാലാണ്, എന്തേ നിനക്ക് എന്റെ കൂടെ കിടക്കാൻ മടിയെന്ന് ചോദിക്കുമ്പോൾ മഹദിയായ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യാ യൂസുഫ് ഇന്നമാ കുൻതു ഹിബ്ബുക ഖബ്ല അൻ അഅരിഫ റബ്ബി ഫഅമ്മാ ഇദാ അറഫ്തഹു ഉരീദു ബിഹി ബദലാ. പ്രിയപ്പെട്ട യൂസുഫ് നബിയെ, അങ്ങേ ഞാൻ സ്നേഹിച്ചിരുന്നത് എന്റെ റബ്ബിനെ തിരിച്ചറിയുന്നതിന് മുമ്പ്, എന്റെ റബ്ബിനെ അറിയുന്നതിന് മുമ്പായിരുന്നു. ഇപ്പോഴിതാ ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ദുനിയാവിലെ സുഖങ്ങൾ എനിക്ക് വേണ്ട, എന്റെ റബ്ബിലേക്ക് ഞാൻ ഇതാ അലിഞ്ഞു ചേരുകയാണെന്ന് പറഞ്ഞ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഇവിടെ പറയുമ്പോൾ, അത് കേൾക്കുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായ പോസ്റ്ററുകളും വീഡിയോകളും കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ദുനിയാവിലെ സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ഭക്ഷണം ഇബാദത്താണ്, റബ്ബിനോടുള്ള ചിന്ത, അല്ലാഹു എന്ന ചിന്ത ഉണ്ടാവില്ല നമ്മൾ ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഒരു ചിന്ത നമുക്ക് വരാത്ത കാലഘട്ടത്തോളം നമ്മുടെ മനസ്സിലൊരിക്കലും മാറ്റം വരികയില്ല. ഇന്നൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത പ്രയാസം. എന്നാൽ ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഈ രീതിയിലേക്ക് മാറാൻ കാരണം എന്താണെന്നറിയോ? ഇബാദത്തിലെ മാധുര്യം നമുക്ക് നുകരാൻ കഴിയാത്തതുകൊണ്ട്. നിസ്കരിക്കുന്നതിലൊരു ആസ്വാദനമുണ്ട്, നോമ്പ് നോക്കുന്നതിലൊരു ആസ്വാദനമുണ്ട്, ഹജ്ജ് ചെയ്യുന്നതിൽ ആസ്വാദനമുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഒരു ആസ്വാദനമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മഹാനവർകളുടെ ആ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് 1ാമത്തെ റക്അത്ത് കഴിയുമ്പോഴേക്ക് സുബ്ഹി ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ? 1ാമത്തെ റക്അത്ത് കഴിയുമ്പോഴേക്ക് സുബ്ഹി ബാങ്ക് കൊടുക്കും. 1 മിനിറ്റ് കൊണ്ട് 4 റക്അത്ത് നിസ്കാരം തീർക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവർക്കൊക്കെ എത്ര ഓതിയിട്ടും എത്ര നിസ്കരിച്ചിട്ടും ആ നിസ്കാരത്തിന്റെ അനുഭൂതി മാറുന്നില്ല, ബോധി തീരുന്നില്ല. കാരണം ഇബാദത്തിലെ മാധുര്യം അവർ അനുഭവിച്ചത് കൊണ്ടാണ്. ഈ രീതിയിലേക്ക് ഇബാദത്തിലെ മാധുര്യം നമ്മൾ അനുഭവിക്കണം. ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ ഒരു കഥ വന്നൊരു കഥയാണെങ്കിൽ പോലും അതിൽ വലിയൊരു ഗുണപാഠമുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ പ്രേമിച്ചു. ഒരു മുസ്ലിം പെൺകുട്ടിയെ ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ പ്രേമിച്ച് അവസാനം വീട്ടിലിറങ്ങിയപ്പോൾ ഭയങ്കര പ്രശ്നമായി. മുസ്ലിം പെൺകുട്ടിയുടെ പാപ്പ പറഞ്ഞു, എന്റെ മകളെ ഒരു അന്യമതസ്ഥനെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കില്ല. ഈ ചെറുപ്പക്കാരൻ വീണ്ടും വീണ്ടും ഈ ആവശ്യമായി വീട്ടിലേക്ക് വന്നപ്പോ ഈ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞത്ര, നീ ഒരു കാര്യം ചെയ്യേ, നീ പോയിട്ട് മുസ്ലിമായിട്ട് വാ. പോയി മുസ്ലിമായി നിരന്തരമായി പള്ളിയിൽ കഴിഞ്ഞുകൂടി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഖുർആൻ ഓതി.
അങ്ങനെ 2-3 മാസങ്ങൾ കഴിഞ്ഞ് ഈ ബാപ്പ വീണ്ടും ഇവനെ കാണാൻ ചെന്നു. ബാപ്പ പറഞ്ഞു, നീ ഇപ്പൊ ഒരു മുസ്ലിമാണ്, എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, മറ്റുള്ള അന്യമതസ്ഥരെ പോലും പ്രേമിക്കുന്ന ഈമാനില്ലാത്ത നിങ്ങളെ മകൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങളെ മകളെ എനിക്ക് വേണ്ട. അപ്പൊ മുസ്ലിമാകാൻ കാരണം പറഞ്ഞ അവളെ അവസാനം വേണ്ട എന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? അവൻ ആ ഇബാദത്തിലെ അള്ളാഹുവിന്റെ ആസ്വാദനം തിരിച്ചറിഞ്ഞതുകൊണ്ട്, റബ്ബിനോടുള്ള ആസ്വാദനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അള്ളാഹുലേക്ക് അലിഞ്ഞു ചേരാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിനോടുള്ള ആസ്വാദനം തിരിച്ചറിയുമ്പോഴാണ് റബ്ബിന്റെ പ്രകാശം നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ മുഅ്മിനിന്റെ മുഖപ്രസന്നതയെ പേടിക്കണം. കാരണം അവർ നോക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അവൻ നോക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ടാണ്. ഒരു മുഅ്മിനിന്റെ, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവന്റെ ഈമാൻ വായിച്ചെടുക്കാൻ പറ്റുന്ന, ഇന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഈമാൻ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല. എത്ര കറുത്ത മനുഷ്യനാണെങ്കിലും അള്ളാഹുലേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളെ മുഖത്തേക്ക് നോക്കിയാൽ വല്ലാത്തൊരു പേടിയും വല്ലാത്തൊരു സ്നേഹവും ഒരു പ്രകാശവും നമുക്ക് അനുഭവപ്പെടുമെന്നാണ്. ഈ പ്രകാശം എന്ന് കിട്ടുകൊണ്ടിരിക്കാൻ അതിനെന്താ കാരണം? നമ്മളെ ജീവിതത്തിൽ പറ്റിപ്പോകുന്നതാണ് തെറ്റുകളാണ്, അല്ലെ? ചില ആൾക്കാരൊക്കെ തെറ്റാ കാണുന്നത് വ്യഭിചാരം, മദ്യപാനം, പലിശ, ഇതൊക്കെ വലിയ തെറ്റായി നമ്മൾ കാണാറുള്ളൂ. മറ്റുള്ളതൊന്നും തെറ്റായി നമ്മൾ കാണാറില്ല. ഒരു കള്ളു കുടിക്കുന്ന ഒരാളുമായി കൂട്ടുകെട്ടാൻ നമുക്ക് ഭയങ്കര മടിയാണ്. പലിശക്കാരനെ കാണുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് മടിയാണ്. വ്യഭിചാരിയായ ആളെ കാണുമ്പോൾ അവരുമായി കൂട്ടുകൂടാൻ നമുക്ക് മടിയാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തു പോകാറില്ലേ? ചെറിയ തെറ്റാണെങ്കിൽ പോലും ആ തെറ്റും തീർന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവപൂർണ്ണമായ ഒരുപാട് തെറ്റുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്? എത്ര മണിക്കൂർ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര പേജ് ഖുർആൻ ഓതാറുണ്ട്? കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ നമുക്കറിയാം. മദ്രസയിലെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഖുർആൻ ഓതി നിർത്തിയതാണ്. റമദാൻ വരുമ്പോ ആ റമദാൻ മാസത്തിൽ 1-2 പേജ് ഖുർആൻ ഓതിയെങ്കിലായി. നേരെ മറിച്ച് നിത്യജീവിതത്തിൽ മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ. മുഅ്മിനെ, അള്ളാഹുവിന്റെ മുമ്പിൽ ഈ സമയത്ത് നമ്മൾ മറുപടി പറയണ്ടേ? നിങ്ങളതൊന്നും ഉപയോഗിക്കണ്ട എന്നല്ല, നിങ്ങളതൊക്കെ ഉപയോഗിച്ചോ, അതൊക്കെ. പക്ഷേ കൂട്ടത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് നമ്മൾ മറക്കാൻ പാടില്ല. അതേപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും നമ്മൾ ചെലവാക്കാറുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് മടിയാണ്, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ? അതേപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മറ്റുള്ള ഹറാമുകൾക്ക് വേണ്ടി 1000-ങ്ങളും 10,000-ങ്ങളും നമ്മൾ ചെലവഴിക്കുന്നു. പക്ഷേ മദ്രസ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു വൈസംഖ്യ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിൽ അത് കറുത്ത പുള്ളികളായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ സ്നേഹത്തോടെ പറയാനുള്ളത്, തെറ്റുകളിൽ നിന്ന് വിമുക്തമായ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുക. എന്നാൽ അല്ലാഹുവിലേക്ക് നമുക്ക് ഇങ്ങനെ അടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. എല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ അവസ്ഥ ഞാൻ പറയേണ്ടത്, വേറെ പ്രഭാഷകന്മാരൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വലിയൊരു പരിപാടി നടത്തുന്നുണ്ട്, ഒരുപാട് ചെലവുണ്ട്, നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറയണം. ഇതെനിക്ക് പറയേണ്ട ആവശ്യമില്ല, എനിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംഭാവന ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ അകമഴിഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലൊരു സംഖ്യ കൊടുത്ത് സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ജീവിത ദൗത്യം ഒന്ന് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്. രണ്ടാമതായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യബ്ന ആദം ഖലഖ്തുക ലിൽ ഇബാദ, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. ഫലാ തഅബ്, അതുകൊണ്ട് നീ കളിച്ചുകൊണ്ട് നിന്റെ സമയം തീർക്കാൻ പാടില്ല. വഖസംതു ലക റിസ്ഖക ഫലാ തഅബ്, രണ്ടാമതായി പറയുന്നു, നിന്റെ ഭക്ഷണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ട വീട്, നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യമെല്ലാം അല്ലാഹു കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഓടിയിട്ട് നീ തളരേണ്ട ആവശ്യമില്ല, നീ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നുണ്ട്, ഫഇൻ റദീത ബിമാ ഖസംതഹു ലക അറഹ്ത ഖൽബക വബദനക, അല്ലാഹു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ നിന്റെ ശരീരവും നിന്റെ ആത്മാവും അതുകൊണ്ട് സന്തുഷ്ടി അടയുന്നതാണ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. മുഅ്മിനേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? റബ്ബ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അൽ ഖനാഅതു കൻസുൻ ലാ യഫ്നി, ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്നറിയോ? നശിച്ചു പോകാത്ത നിധിയെ കുറിച്ച് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, ഏറ്റവും വലിയ നശിച്ചു പോകാത്ത നിധി ഏതെന്നറിയോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവലാണ്.
പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദുഹയിൽ കാണാം വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർഹാ അലം യജിദക യതീമൻ ഫആവാ വവജദക ആയിലൻ വഅഗ്നാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ. സൂറത്തുൽ മുഹയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അലം യജിദക യതീമൻ ഫആവാ, അല്ലാഹു നിന്നെ അനാഥനായി എത്തിക്കുകയും എന്നിട്ട് നിനക്ക് സംരക്ഷണം നൽകുകയും ചെയ്തില്ലേ. വവജദക ആയിലൻ ഫഅഗ്നാ, നിന്നെ ദരിദ്രനായ ദരിദ്രനായ അല്ലാഹു എത്തിക്കുകയും എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരുകയും ചെയ്തില്ലയോ പ്രവാചകരെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഐശ്വര്യമുള്ള ജീവിതമെന്ന്. എന്നാൽ നബിയുടെ ജീവിതം പഠിച്ചവർക്കറിയാം, ഒരു നേരം വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത വീടായിരുന്നു നബിയുടെ വീട്. ഖന്തക്ക് കടന്നു ഒഴിക്കുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് നേതൃത്വം കൊടുത്തു പോയത്. അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ പണയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനെന്നറിയോ? വീട് നന്നാക്കാനല്ല, വാഹനം വാങ്ങാനല്ല. 3 ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് വിശപ്പ് വല്ലാതെ കഠിനമായപ്പോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഒരു ഗോതമ്പ് പൊടി വാങ്ങാൻ വേണ്ടി, ഒരു ഗോതമ്പിന്റെ പത്തിരി തിന്നാൻ വേണ്ടിയിട്ട്, ഒരൽപ്പം ഗോതമ്പ് മാവ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസയില്ലാതെ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നുണ്ട് നബി അങ്ങയുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാണെന്ന്. എവിടെയാണ് ഐശ്വര്യമുള്ളതെന്നറിയോ? അല്ലാഹു പ്രവാചകന് കൊടുത്ത കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് പ്രവാചകൻ ഉണ്ടായപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമാണെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, ഒരാളോട് സംസാരിക്കുമ്പോ അയാളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിശേഷമെന്ന് ചോദിച്ചാൽ ആദ്യം പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. പിന്നെ കുറച്ചേരം ചോദിച്ചാൽ മൂപ്പർ പറയും ഒന്നും പറയണ്ട ഉസ്താദേ, ആകെ കഷ്ടപ്പാടാ, അവിടെ രോഗാണ്, ഇവിടെ രോഗാണ്, അവിടെ അല്ലേ. ഫസ്റ്റ് ആദ്യമായിട്ട് കാണുമ്പോ അസ്സലാമു അലൈക്കും, ഇതെല്ലാം വിശേഷം, അൽഹംദുലില്ലാഹ് സെയിം എന്നൊക്കെ പറയും. പിന്നെ ചോദിക്കും എന്തൊക്കെയാ മോളെ വിശേഷം? ഒന്നും പറയണ്ട ഉസ്താദേ, വല്ലാത്തൊരു കഷ്ടപ്പാടാ, ഇങ്ങനെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞു അല്ലെ, ഇല്ലായ്മകൾ ഇങ്ങനെ പറയാ. അതിൽ നമുക്കൊരു ഉദാഹരണം മനസ്സിലാക്കാൻ, ഒരു കച്ചവടക്കാരൻ എടുത്താൽ മതി. അയാളെ കടയിൽ കച്ചവടം അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിയും അല്ലെ. പിരിവിന് പോയവർ ഭയങ്കര സീസൺ വളരെ മോശം. അയാൾക്ക് നല്ല ലാഭം കിട്ടി കച്ചവടം നടക്കുന്ന മാസം നമ്മൾ ആരെങ്കിലും അറിയാനുണ്ടോ? ആരോടെങ്കിലും പറയലുണ്ടോ? ഇല്ല. പരാതികളും പരിഭവങ്ങളും അള്ളാഹു കൊടുത്തത്, അള്ളാഹു തന്നത് തൃപ്തിപ്പെടാൻ സാധിക്കണം. അത് പ്രശ്നമാണെങ്കിൽ അങ്ങനെ, രോഗമാണെങ്കിൽ അങ്ങനെ, പ്രയാസമാണെങ്കിൽ അങ്ങനെ, അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നുണ്ട് നബിയേ, അങ്ങ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ നബിയേ. സിദ്ദീഖുൽ അക്ബറിനോട് സലാം പറയണം. അദ്ദേഹത്തിന്റെ ക്ഷമ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തൃപ്തിയായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷമക്ക് പ്രതിഫലമായി അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് അങ്ങ് പറയണം നബിയേ എന്ന് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോൾ മുസ്തഫ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, സിദ്ദീഖേ, ഇന്ന് ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നിരുന്നു. സിദ്ദീഖ്, അങ്ങയോട് സലാം പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ക്ഷമയെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങ് ക്ഷമിച്ചത്? ഞാൻ അറിയാത്ത ക്ഷമ എന്താണെന്ന് ചോദിക്കുമ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് പല്ലുവേദന തുടങ്ങിയിട്ട് 7 വർഷമായി നബിയേ. 7 വർഷമായി എനിക്ക് അസഹ്യമായ പല്ലുവേദന തുടങ്ങിയിട്ട് ഞാനത് ആരോടും പറയാതെ ഞാൻ ഇങ്ങനെ സഹിച്ചു പിടിക്കുകയായിരുന്നു. എന്റെ റബ്ബ് തന്നതല്ലേ, എന്റെ അല്ലാഹു തന്ന കഷ്ടപ്പാടല്ലേ, റബ്ബ് എനിക്ക് തന്നതാണെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ആരോടും പറയാതെ സഹിച്ചു ജീവിച്ചു നബിയേ. അതാണ് എന്റെ ക്ഷമയെന്ന് അല്ലാഹു പറഞ്ഞത്. മഹാനായ പ്രവാചകനപ്പ ചോദിച്ചു, സിദ്ദീഖ്, എന്നിട്ട് എന്റെ നീൽ പോലെ നടക്കുന്ന നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പ്രവാചകരെ, എങ്ങനെയാ
ഞാൻ പറയുക? എന്റെ ഹബീബിനെ കുറിച്ച് ഞാൻ പരാതി പറയുകയോ എന്റെ സിട്ടാവിനെ കുറിച്ച് ഞാൻ ന്യൂനതകൾ ആക്ഷേപിക്കുകയോ? അള്ളാഹു എനിക്ക് തന്ന കഷ്ടപ്പാടുകൾ ഞാൻ ഇതാ സഹിച്ചിരിക്കുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ. അതുകൊണ്ട് വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, മാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കാലുവേദന കൊണ്ടും മുട്ടുവേദന കൊണ്ടും മൂലവേദന കൊണ്ടും പ്രയാസപ്പെടുന്ന ഉമ്മമാരെ ഉപ്പമാരെ, അള്ളാഹു തന്ന കഷ്ടപ്പാട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക. അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതാണ്. റബ്ബനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, രോഗം പിടിപെട്ടു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകതരമായ ഒരു വ്രണം, ശരീരത്തിൽ ഇങ്ങനെ വ്രണമുണ്ടായി. അത് നിറയാൻ തുടങ്ങി, അതിൽ പുഴുക്കൾ നിറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബക്കാര് അദ്ദേഹത്തെ ഒഴിവാക്കി. നാട്ടുകാര് വെറുത്തു, കൂട്ടുകാര് വെറുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തേക്ക് വരുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ മൂക്കിങ്ങനെ പൊത്തിപ്പിടിക്കാൻ തുടങ്ങി. മൃഗത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇറങ്ങി വന്നുകൊണ്ട് അയ്യൂബ് നബിയോട് പറയുന്നുണ്ട്, അയ്യൂബേ, അങ്ങേക്ക് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ ഈ രോഗം മാറാൻ വേണ്ടിയിട്ട്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ ഇബ്ലീസിനോട് പറഞ്ഞു, അല്ലാഹു എനിക്ക് തന്ന ഈ പ്രയാസത്തെ ഞാനിതാ ക്ഷമിക്കുകയാണ്. അങ്ങനെ രോഗം ഇങ്ങനെ കൂടിക്കൂടി വന്ന അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ വരെ പുഴുകയറി. ശരീരം മൊത്തം വ്രണം, അതിൽ പുഴുകയറി. അപ്പോഴൊക്കെ ക്ഷമിച്ചു. അവസാനം അവിടുത്തെ നാവിൽ പുഴുകയറി. അയ്യൂബ് നബിയുടെ നാവ് മുറിഞ്ഞിട്ട് ആ നാവിൽ ചലം നിറഞ്ഞിട്ട് വായ മൊത്തം ചലമായിട്ട് പുഴുക്കൾ നിറഞ്ഞു. അല്ലാഹു നമുക്ക് രോഗങ്ങളും തരാതെ സംരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി അൽദുർ ഫഅൻത അർഹമുർ റഹീമീൻ. അല്ലയോ രക്ഷിതാവേ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി പ്രവാചകനോട് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഅയ്യൂബ നബിയെ, അങ്ങ് അയ്യൂബ് നബിയെ ഓർക്കണേ. ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി തന്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം പ്രവാചകരെ അങ്ങ് ഓർക്കണം. അന്നീ മസ്സനി അൽദുർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, എന്നെ ഇതാ പ്രയാസം പിടിപെട്ടിരിക്കുന്നു, എനിക്ക് വല്ലാത്ത പ്രതിസന്ധി വന്നിരിക്കുന്നു. നീയാണെങ്കിൽ കാരുണ്യവാനല്ലേ, കരുണാകടലല്ലേ, രോഗമൊന്ന് മാറ്റിത്തരണേ അല്ലാഹ്. ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അങ്ങനെ അയ്യൂബിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിടിപെട്ട വന്നു ചേർന്ന പ്രയാസം ഞാൻ മാറ്റിക്കൊടുത്തു. മാത്രമല്ല, ആതൈനാഹു അഹ്ലഹു വമിത്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് നബിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഞാൻ മടക്കി കൊടുത്തു. തഫ്സീറുകളിൽ കാണാം, രോഗം വന്നിട്ട് പ്രയാസപ്പെട്ടിട്ട് ആ രോഗം മാറാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാതിരുന്നപ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്ന അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ പുഴുക്കൾ കയറിയപ്പോ അദ്ദേഹം ദുആ ചെയ്ത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടില്ല, ക്ഷമിക്കാൻ കഴിയാഞ്ഞിട്ടില്ല, അല്ലാഹു കൊടുത്ത രോഗം തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയാഞ്ഞിട്ടില്ല. മറിച്ച് ആ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാൻ കഴിയാതെ വന്നപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദുആ ചെയ്തത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ ത്യാഗത്തിന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണപ്പെട്ടു പോയ മകളെ പോലും അല്ലാഹു തിരിച്ചു കൊടുത്തു. അത്രേ, മരണപ്പെട്ടു പോയ മകളെ പോലും അള്ളാഹു തിരിച്ചു കൊടുത്തു. അള്ളാഹു കൊടുത്ത ആ ത്യാഗം സഹിക്കാൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായതുകൊണ്ട്, അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, അകാലത്തിൽ മക്കൾ മരണപ്പെട്ടു പോകുമ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളാരും വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ഉനൈസിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അനീസിനെ കുറിച്ച്, ഡാനിഷിനെ കുറിച്ച്, യാസറിനെ കുറിച്ചൊക്കെ പറയുമ്പോ അവരുടെ മാതാപിതാക്കളൊക്കെ വിങ്ങിപ്പെട്ടാറുണ്ട്. അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന മക്കളെ കുറിച്ച് ഓർക്കുമ്പോ മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടം വരാറുള്ളേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ആ ബാപ്പമാരോടും സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഈ സങ്കടം, ഈ പ്രയാസം, ഈ അല്ലാഹു തന്ന ഈ ദുഃഖം അല്ലാഹുവിന് വേണ്ടി തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ സഹിക്കാൻ തയ്യാറായാൽ നാളെ ആഖിറത്തിൽ ആ കുട്ടികളെ കൂടെ സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കാൻ റബ്ബ് തൗഫീഖ് നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിലെ യുവാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ, അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി ഓടി നടക്കാൻ, നിന്റെ ദീനിന്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഖമാ എന്നൊരു എതിരഭിപ്രായം പറയാതെ നിന്റെ കൂടെ നിൽക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. സ്നേഹത്തോടുകൂടെ ഇടപെടുകയും ഒരു വാക്ക് പോലും എതിർത്ത് പറയാത്ത ഒരു പറ്റുന്നുള്ള ചെറുപ്പക്കാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് മക്കളൊക്കെ അകാലത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട.
അവർക്കതാണ് ഖൈർ. നിങ്ങളുടെ ജീവിതത്തിനും അതാണ് ഖൈർ. അവർക്ക് അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് അവരെ കൂടെ സന്തോഷിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹു തന്നത് അത് പ്രയാസമാവട്ടെ, പ്രതിസന്ധിയാവട്ടെ, എന്ത് വന്നാലും അതിൽ അല്ലാഹുവിൽ പ്രതീക്ഷ വേണം, നമ്മൾ തകരാൻ പാടില്ല. നിങ്ങൾക്കറിയാം, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടിട്ട് 25 വർഷക്കാലം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. 25 വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ അള്ളാഹു തിരിച്ചു കൊടുത്തു. അള്ളാഹു കൊടുത്ത പരീക്ഷണത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ച് അത് തൃപ്തിപ്പെട്ട് ജീവിച്ചപ്പോ അള്ളാഹു മറുപടിയായി കൊടുത്തത് 20 വർഷങ്ങൾക്ക് ശേഷം ആ മകനെ അള്ളാഹു തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ സങ്കടങ്ങൾക്കൊക്കെ അള്ളാഹു ഒരു സന്തോഷം തരും. അള്ളാഹു ഒരു സന്തോഷം തരും, ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖം റബ്ബ് തന്നാലും അപ്പുറത്ത് നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷം തരും. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ ആരും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയോ ജീവിതം മടുത്തി എന്ന് തീരുമാനിക്കുകയോ ചെയ്യരുത്. പക്ഷേ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ നോക്കാത്തവരോ കുടുംബം നോക്കാത്തവരോ ആയിരിക്കാം, മദ്യപാനികളായിരിക്കാം, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവരായിരിക്കാം. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ മുറുകെ പിടിച്ച് അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി, നിന്റെ മാർഗത്തിന് വേണ്ടി, നിന്റെ വജഹിന് വേണ്ടി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ പ്രയാസത്തെ ക്ഷമിക്കാൻ അല്ലെങ്കിൽ അത് സഹിക്കാൻ തയ്യാറായാൽ അല്ലാഹു ഹാജറ ബീവിയുടെ കൂടെ സ്വർഗ്ഗം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹു അറിയില്ല നിങ്ങൾക്ക്? ആരായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മുസ്തജാബു ദാഇയായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു, സഅദേ ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അങ്ങേക്കൊന്ന് ദുആ ചെയ്തുകൂടെ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇഖ്തിയാറുല്ലാഹി അഹബ്ബ ഇലയ്യ മിൻ ഇഖ്തിയാരി ലിനഫ്സി. എന്റെ ശരീരത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു എനിക്ക് തന്നത് തിരഞ്ഞെടുക്കാനാണ്. റബ്ബ് എനിക്ക് അന്ധതയാണോ തന്നത്, എന്നാൽ കാഴ്ച ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അന്ധനായിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത പ്രയാസത്തിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു. മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത്, നമ്മൾ പകർത്തേണ്ടത്, അല്ലാഹു എന്താണ് നമുക്ക് തരുന്നത് അത് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇത് സമ്പത്താണെങ്കിൽ അങ്ങനെ പലതും നമ്മൾ ആഗ്രഹിക്കരുത്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട എന്നല്ല, പരിശ്രമിക്കണം. പക്ഷേ ആഗ്രഹങ്ങൾ എങ്ങനെ അതിന്റെ പിന്നാലെ പാഞ്ഞ് നിസ്കാരം സലാഹുന്ന ഏർപ്പാടുണ്ടാവരുത്. ദുനിയാവിന് വേണ്ടി ഓടിയിട്ട് കൃത്യമായി 5 വക്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ട് അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് പോവുകയാണ്. ഒരു സഹാബി എഴുന്നേറ്റ് പോയി. അദ്ദേഹം ദിക്ർ ചെല്ലാനോ ദുആ ചെയ്യാനോ ഇരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് കണ്ടു. 1ാമത്തെ ദിവസം കണ്ടു, 2ാമത്തെ ദിവസം കണ്ടു, 3ാമത്തെ ദിവസം ഇത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിയുമ്പോ എന്തിനാണ് നിങ്ങൾ സലാം വീട്ടി ഉടൻ തന്നെ ദിക്ർ ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്നത്? ആ സമയത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, പരിശുദ്ധ റസൂലിനോട് ആ സ്വഹാബി പറയുകയാണ്, പ്രിയപ്പെട്ട പ്രവാചകരെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരൊറ്റ വസ്ത്രം മാത്രമാണുള്ളത്. ഞാൻ സുബ്ഹി നിസ്കരിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് വേണം അവൾക്ക് നിസ്കരിക്കാൻ. അതുകൊണ്ട് സുബ്ഹി ഖളാവാകുന്നതിന് എന്റെ വീട്ടിലെത്തിയിട്ട് എന്റെ വസ്ത്രം അവൾ കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുബ്ഹി നമസ്കാരം കഴിയുന്ന ഉടൻ തന്നെ ഞാൻ എഴുന്നേറ്റ് പോകുന്നതെന്ന് ഈ സ്വഹാബി വരെയും പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ദിവസം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ, ആരാണ് ഇയാൾക്ക് വസ്ത്രം നൽകുക? ആരെല്ലാ സ്വഹാബത്തും വസ്ത്രം കൊണ്ടുവന്നു കൊടുത്തു. ഇന്നത്തെ റിലീഫ് പ്രവർത്തനം പോലെ ആദ്യമായി റിലീഫ് പ്രവർത്തനത്തിന് മാതൃക കാണിച്ചത് സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകനാണ് കാരുണ്യ പ്രവർത്തനത്തിന് മാതൃക കാണിച്ചു തന്നത്. സ്വഹാബത്ത് വസ്ത്രം കൊണ്ട് വന്നു കൊടുത്തു. സാധാരണ വരുന്ന സമയത്തിൽ നിന്ന് നേരം വൈകിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവ്, ഇന്നലെ വരെ കൃത്യമായ സമയത്ത് വന്ന് ഇന്നെന്തേ അങ്ങ് നേരം വൈകി പോയതെന്ന് ചോദിക്കുമ്പോ മഹാനായ ആ സ്വഹാബി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ പ്രവാചകനോട് പരാതി പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിൽ നിന്ന് വസ്ത്രം വാങ്ങിയിട്ട് എനിക്ക് തന്നു. ഇതങ്ങ് പറയുമ്പോ ആ പെണ്ണ് ചോദിച്ചു, അത്രേ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഹബീബായ നബിയോട് പരാതി പറഞ്ഞു? അത് വേണ്ട
വേണ്ടായിരുന്നു കേട്ടോ, ഈ വസ്ത്രം നമുക്ക് വേണ്ടായിരുന്നു, നമ്മുടെ പ്രയാസങ്ങൾ നബിയോട് പറയണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് തന്നതല്ലേ, അത് തൃപ്തിപ്പെട്ട് ജീവിക്കലല്ലേ നമുക്ക് ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറയുന്നത് അല്ലാഹു തആല നിങ്ങൾ പരാതി പറഞ്ഞു പാടില്ലായിരുന്നു. ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് ഒരൽപ്പം കുറഞ്ഞു പോയാൽ അത് നിസ്സാരമായി കാണുന്ന ഭാര്യ പഠിക്കട്ടെ ഈ പെണ്ണിന്റെ ജീവിതം, അവർ പകർത്തട്ടെ ഈ ഉമ്മയുടെ ജീവിതം. ഭർത്താവ് വാങ്ങിത്തന്നത് അല്ലെങ്കിൽ ഭർത്താവ് അവിടെ അത്ര കൊടുത്തു, ഇവിടെ ഇത്ര കൊടുത്തു, എനിക്കിത്ര തന്നില്ല എന്ന് പരാതി പറയുന്ന ഭാര്യമാര് പഠിക്കട്ടെ. സഹോദരിയായ ഈ സഹാബി വനിതയായ ഈ പെണ്ണിന്റെ ജീവിതം പഠിക്കട്ടെ, പകർത്തട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നിനക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഭർത്താവിന്റെ മനസ്സിനെ നീ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് നാളെ ആഖിറത്തിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകാനുള്ള കാരണമാകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അധിക ഭാര്യമാർക്കും പരാതി ഭർത്താവിനെ കുറിച്ച്, അല്ലേ, കണ്ടോ, അധിക ഭാര്യമാർക്കും പരാതിയാ, ഭർത്താവ് പോരാ. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരനായ ആളാരാന്നറിയോ? സ്വന്തം ഭർത്താവാണ്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളല്ല കേട്ടോ, അവര് നാളെ മറ്റന്നാളൊക്കെ ക്ലാസ്സിന് വരുന്നല്ലോ, അല്ലെ? അങ്ങനെ ഭർത്താവിന് ഒരിക്കലും നമ്മൾ ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്. ചിലപ്പോ അവർ നമ്മളോട് മനസ്സിലൊരുപാട്, ഉള്ളിലൊരുപാട് സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. പ്രകടിപ്പിക്കാൻ അറിയാം, ഉള്ളിലൊരുപാട് സ്നേഹം ഉണ്ടാവും. ഞാൻ 2-3 ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തത്, ഒന്നാമത്തെ കാരണം, ഇപ്പൊ നമ്മള് വീട്ടില് ഭർത്താവില്ലെങ്കിൽ, ഭാര്യമാരാണെങ്കിൽ വീട്ടില് ഭർത്താവില്ലെങ്കിൽ, ഭർത്താവ് എന്തെങ്കിലും ജോലിക്കോ യാത്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവാണെങ്കിൽ അയാളെ ഒരു 2 ദിവസം ഒന്നും വീട്ടിലില്ലെങ്കിൽ ഭാര്യമാർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ദിവസം ഭാര്യ വീട്ടിലില്ല എന്ന് മതി, നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഭർത്താക്കന്മാർക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും, അല്ലേ? അങ്ങനെ ഭാര്യമാര് വീട്ടിലെങ്കിൽ വല്ലാത്ത പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഭാര്യമാര് വീട്ടിലേക്കൊക്കെ പോയാൽ 1-2 ദിവസം, ഒരാഴ്ചക്ക് വിരുന്നേക്കും പോവുക, പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ ഭർത്താവ് തിരിച്ചു വരാൻ പറയും. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന പ്രയാസം കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളും മക്കളും ഇല്ലാതെ വീട്ടിൽ നിൽക്കാൻ ഭർത്താവിന് പ്രയാസമായത് കൊണ്ടാണ്. അത് തുറന്ന് പറയില്ല. പറഞ്ഞാല് നിങ്ങളുടെ മുമ്പിൽ ഭർത്താവ് ചെറുതായി പോകുമെന്നുള്ളൊരു പേടിയാ ഇവർക്കൊക്കെ ഉള്ളത്. ഇത് ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവം പറയല്ലോ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട, അല്ലെ? അങ്ങനെ അതുകൊണ്ട് ആ ഭർത്താവിന്റെ കഷ്ടപ്പാടുകൾ, ന്യൂനതകൾ അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു ഭാര്യ ഭാര്യയായി മാറുന്നത്. ഭർത്താവിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഭാര്യ ഭാര്യയായി മാറുന്നത്. ഭർത്താവിന്റെ ഇല്ലായ്മയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഭാര്യ ഭാര്യയായി മാറുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പരാതി പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് എന്താണ്? അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാമായിരുന്നു നമുക്ക്, എന്തിനാണ് അന്ന് ഇത് പരാതി പറഞ്ഞത്? അല്ലാഹു തന്നത് പ്രയാസമാവട്ടെ, കഷ്ടപ്പാടാവട്ടെ, അതാരാണോ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് അവർക്ക് അല്ലാഹു ഉയർച്ചകൾ നൽകുന്നതാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ അജ്മീരി തങ്ങൾ, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉന്നത മർത്തബയിലുള്ള മഹാനായ ഖാജ മുഈനുദ്ദീൻ അജ്മീരി തങ്ങൾ ഭാര്യ വല്ലാത്ത പ്രശ്നക്കാരിയായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവളായിരുന്നു. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് ഭാര്യയെ ഇങ്ങനെ വെച്ച് വെറുപ്പിക്കുന്നത്? നിങ്ങൾക്ക് ത്വലാഖ് ചൊല്ലിക്കൂടെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഞാൻ ഈ ഉന്നതമായ പദവിയിലെത്താൻ കാരണം എന്തെന്നറിയോ? എന്റെ ഭാര്യയെ സഹിച്ചതും എന്റെ ഭാര്യയെ കൊടുത്തതും അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തതുമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റൗള ശരീഫിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ റൗള ശരീഫിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പാടുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അഹ്മദുൽ കബീർ ഇദാ അങ്ങയുടെ കവാടത്തിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിയുമ്പോ എന്റെ ആത്മാവിനെ ഇതാ റൗളയിലേക്ക് ഞാൻ പറഞ്ഞേക്കാറുണ്ട്. ഇന്നിതാ എന്റെ ശരീരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നബിയേ, അങ്ങയുടെ കൈ എനിക്കൊന്ന് നീട്ടിത്തരണേ, അങ്ങയുടെ കൈ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ, അല്ലേ? അതുപോലെ അഹ്മദുൽ കബീർ റിഫാഈ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അല്ല, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ ചരിത്രം പറയുന്നത്. ഭാര്യ വല്ലാത്ത പ്രശ്നക്കാരിയായിരുന്നു, എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അത് പൊരുത്തപ്പെട്ട് ജീവിച്ചതുകൊണ്ട് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, റൗളയുടെ മുമ്പിൽ ചെന്ന് ഇതെന്ന് പറയുമ്പോൾ റൗള ഷരീഫിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൈനീട്ടി കൊടുത്ത് ചുംബിക്കാൻ എന്നാണ്. എന്തുകൊണ്ടെന്നറിയോ? ഭാര്യയുടെ പ്രയാസം മനസ്സിലാക്കി അത് പൊരുത്തപ്പെട്ട് ജീവിച്ചതുകൊണ്ടാണ്. ഭർത്താക്കന്മാരെ, നമുക്കും അതൊരു പാഠമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ നൽകുന്നത്. പ്രവാചകൻ പോലും പറഞ്ഞത്, നിന്റെ ഭാര്യയെ ഒരു വളഞ്ഞെല്ല് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഒരു വളഞ്ഞെല്ല് കൊണ്ടാണ്. അതിങ്ങനെ നീർത്താൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോകും. ഭാര്യയെ ഓവർ നന്നാക്കാൻ ശ്രമിക്കണ്ട, അവർ നന്നാവില്ല. എന്നാലും അതിങ്ങനെ വെറുതെ വിടരുത്. വെറുതെ വിട്ടാലോ അത് കൂടുതൽ വളഞ്ഞു പോകും.
പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നിന്റെ ഭാര്യയിൽ നീ ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവൾക്കൊരു വളവുണ്ട് എന്ന ബോധത്തോടുകൂടെ നീ അവളോട് കൂടെ ജീവിക്കണേ എന്നാണ്. ഭാര്യമാരും അങ്ങനെയായിരിക്കും, എപ്പോഴും പരാതികളും പരിവട്ടങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തന്നതാണ്. വേണ്ടായിരുന്നു ചില ആൾക്കാരൊക്കെ പറയും. ചില ഉമ്മമാരും മക്കളോട് പറയുന്ന ഒറ്റ ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ ആയതുകൊണ്ടാണ് എന്റെ വാപ്പാനെ സഹിക്കണേ, ഇപ്പോൾ ആരെങ്കിലൊക്കെ ആണെങ്കിൽ എപ്പോഴോട്ട് പോയിട്ടുണ്ടാവും എന്ന് പറയും. അല്ലേ? അങ്ങനെ പറയാനുള്ളതല്ല. അള്ളാഹുവിന്റെ ഖലാഅൻ. നമ്മളാണ് ഒന്നിക്കേണ്ടതെന്ന് റബ്ബിന്റെ ഖലാഅൻ. നിങ്ങളാണ് ഒന്നിക്കേണ്ടതെന്ന് റബ്ബിന്റെ ഖലാഅൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഭർത്താവിന്റെ ആലോചന വരുന്നതിന് മുമ്പ് 10ഉം 15ഉം ആലോചനകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാവും. അവസാനം നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. അത് റബ്ബിന്റെ ഖലാഅൻ. അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേർന്ന് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, പകർത്തേണ്ടത് റബ്ബിനോടുള്ള ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേർന്ന് കൊണ്ട് റബ്ബ് തന്ന കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാരോ അവരെ ജീവിതവും അവരെ മരണവും സുഗന്ധപൂരിതമായിരിക്കും. ഇതുപോലെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തു നിന്നും വിട പറയുകയാണ്. ഫനാദതുഹു ത്വാഹിറത്തുൽ ബതൂൽ. മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മറോട് ചേർത്ത് പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം മഹദിയായ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, പ്രിയപ്പെട്ട വാപ്പ, വല്ലാത്ത പ്രശ്നമാണല്ലോ, വല്ലാത്ത പ്രയാസം അങ്ങേക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ? ആ സമയത്ത് മഹദിയായ ഫാത്തിമ ബീവിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഫാത്തിമ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ വാപ്പാക്കിന് പ്രയാസമില്ല, അതിനു ശേഷം ഒരു പ്രയാസമില്ല. റബീഉൽ അവ്വൽ മാസത്തിലെ 2ാമത്തെ ഖുതുബയിൽ നമ്മൾ ഓതുന്നതാണിത്. തന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, വല്ലിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണശയ്യയിൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോ ആർക്കാണ് മുഅ്മിനീങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തത്? ആരുടെ മനസ്സിനാണ് ശക്തി ഉണ്ടാവുക? അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരുടെ വീട്ടിലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മരണപ്പെടുന്ന സമയത്ത് മുസ്തഫായ നബിയുടെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നില്ല. ഓടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരം ഇങ്ങനെ വെള്ളത്തുണി ഇങ്ങനെ പൊതിച്ചു കിടത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ നായകനായ കാരുണ്യവാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം ഇങ്ങനെ വെള്ള പൊതിച്ചിങ്ങനെ കിടത്തിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ അതിന്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് ഇങ്ങനെ തുരുതുരാ ചുംബിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ വരുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധമായിരുന്നുവല്ലോ നബിയെ, ഇതാ മരണപ്പെട്ടപ്പോഴും അങ്ങയുടെ ശരീരത്തിന് സുഗന്ധമാണല്ലോ പ്രവാചകരെ. മഹാന്മാരായ സഹാബത്ത് പറയുന്നുണ്ട്, ലതീഫത്തു ബനി സായിദ എന്ന് പറയുന്ന അൻസാരികളുടെ പന്തലിൽ വെച്ചുകൊണ്ട് ഖിലാഫത്തിന്റെ ചർച്ച നടക്കുകയാണ്. ആരാണ് അടുത്ത ഖലീഫ എന്ന തീരുമാനം നടക്കുകയാണ്. ആ തീരുമാനം ഫൈനലാവാൻ 3 ദിവസം എടുത്തു. ഈ 3 ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരം മറവ് ചെയ്യാതെ അവിടെ വെക്കുമ്പോഴും ഈ 3 ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വഹാബത്തൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്, സങ്കടത്തിലായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വാളുയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ആര് പറഞ്ഞാലും അവരെ ഞാൻ കൊല്ലും. അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ആ സ്വഹാബത്തിനെയൊക്കെ സമാധാനിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും, വഫാത്തായി 3 ദിവസം കഴിഞ്ഞിട്ടും അവിടുത്തെ ശരീരത്തിന് സുഗന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വഴിപ്പെട്ട് റബ്ബിലേക്ക് അലിഞ്ഞു ചേർന്ന് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും സുഗന്ധപൂരിതമാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
يا الله يا رحمن يا رحيم يا ودود يا لطيف يا الله يا رحمن يا رحيم يا ودود يا لطيف يا الله يا رحمن يا رحيم يا ودود يا لطيف يا الله അർഹമ റഹീമായ രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ ചൊല്ലിയ തവസ്സുൽ ബൈത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളിവിടെ സ്വതക്ക കൊടുത്തത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണേ ദയ്യാനെ, പൊരുത്തപ്പെടണേ അല്ലാഹ്. രണ്ട് ലോകത്തേക്കും ഉപകാരമുള്ള അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ തമ്പുരാനെ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരമുള്ള അമലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഭക്ഷണം നൽകുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സർവരുടെയും സർവ്വവിധ പാപങ്ങളും നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടണേ ദയ്യാനെ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, പലപ്പോഴും ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹറാമ് സംഭവിച്ചു പോയി, പൊരുത്തപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ വായു ശ്വസിച്ച്, നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്നെ മറന്ന് ജീവിച്ചവരാണ്. പൊരുത്തപ്പെടണേ ദയ്യാനെ, പൊരുത്തപ്പെടണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കാരണമായി ഞങ്ങളെ നീ ശിക്ഷിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ശിക്ഷയ്ക്ക് വിധേയമാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നൊന്ത് പ്രസവിച്ച് ഞങ്ങൾ ഉമ്മാക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പൊരുത്തപ്പെട്ട് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ വാപ്പാക്കും നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാഹ്. അവർ രണ്ടുപേർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ റബ്ബേ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സന്തോഷത്തിന് വേണ്ടി അവരെ സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നവരാണ്. അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗം കൊടുത്ത് സന്തോഷിപ്പിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ എത്രയൊന്നും വിവരമില്ലാത്തവരും അമൽ ചെയ്യാത്തവരുമാണ് ഞങ്ങളെ മാതാപിതാക്കൾ. അതുകൊണ്ട് അല്ലാഹു അവരെ ഖബർ നീ വിശാലമാക്കണേ ദയ്യാനെ. പടച്ച റബ്ബേ, മാരകമായ രോഗങ്ങളൊന്നും കൊടുത്ത് പരീക്ഷിക്കില്ല അല്ലാഹ്. ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മക്കൾ പറയുന്ന രീതിയിലേക്കുള്ള രോഗങ്ങളൊന്നും കൊടുത്ത് പരീക്ഷിക്കില്ല തമ്പുരാനെ. അല്ലാഹുവേ, പലപ്പോഴും ഞങ്ങളെ വാക്കുകൊണ്ട്, ഞങ്ങളെ പ്രവൃത്തി കൊണ്ട്, ഞങ്ങളെ നോട്ടം കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ മനസ്സിൽ പലപ്പോഴും സങ്കടം വന്നു പോയിട്ടുണ്ട്, അവരെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾക്കത് പൊരുത്തപ്പെടണേ അല്ലാഹ്. ഞങ്ങൾക്കത് പൊരുത്തപ്പെടണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല. ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയി. അവരെ ഖബർ നീ വിശാലമാക്ക അല്ലാഹ്. ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണേ റബ്ബേ. ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതേപോലെ ഞങ്ങളെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾ, അവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. അവരിൽ പലരും രോഗികളാണ്. അവരെ രോഗം ശിഫയാക്ക് റബ്ബേ. പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ലാഹ്. ദീർഘകാലം സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം താമസിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ ഉമ്മമാരെ പോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ ഭാര്യ മാതാക്കൾ, ഞങ്ങളെ ഭർത്താവിന്റെ മാതാക്കൾ, അവരെ പിതാക്കന്മാർ, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റബ്ബേ. അവർക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് നീ ബുദ്ധി വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നാടിനും വീടിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി തരണേ അല്ലാഹ്. ഒരുപാട് മക്കൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. SSLCയും +2 ഒക്കെ. ഞങ്ങളെ മദ്രസയിലെ പൊതുപരീക്ഷയും ഒക്കെ അടുത്തിരിക്കുന്ന ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നാടിന്റെ അഭിമാനമാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ റബ്ബേ. അവരെ ബുദ്ധിയിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. വലദുൻ സ്വാലിഹുൻ യദ്ഉ എന്ന് പുണ്യനബി പറഞ്ഞ മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റി തരണേ അല്ലാഹ്. നാളെ ഞങ്ങളെ മയ്യത്തിന്റെ മുമ്പിൽ വന്ന് തക്ബീർ കെട്ടിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, റബ്ബേ, കിടക്കുന്ന ഞങ്ങളെ വാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് അപകടമൊന്നും കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഞങ്ങളെ മക്കളെ മയ്യത്ത് ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നൊരു അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. അകാലത്തിൽ പൊടിഞ്ഞു പോയ ഞങ്ങൾ ഒരുപാട് മക്കളുണ്ട്, ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്നലെയുമൊക്കെ ഞങ്ങൾ അവരെ പ്രതിപാദിച്ചു. അവരെ ഖബറൊക്കെ വിശാലമാക്ക റബ്ബേ.
അവരെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കല്ല. ഇതുപോലെ നേർച്ചകൾ സംഘടിപ്പിക്കും ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരായിരുന്നു അവർ. റബ്ബേ അവര് ഗതകാലത്ത് ചെയ്ത ഇതിന്റെ നല്ല പ്രവർത്തനത്തിന് അവർക്ക് സ്വർഗം കൊടുക്കല്ല. അവരെ ഖബർ വിശാലമാക്ക റബ്ബേ. അവരെ കുടുംബത്തിന് സമാധാനം നൽകണേയല്ല. അതിന് എന്താണോ ഖൈറെങ്കിൽ ആ ഖൈർ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. സാധിപ്പിക്കണേ അല്ല. മനസ്സിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല. മനസ്സിലെ നൊമ്പരങ്ങൾ മാറ്റണേ അല്ല. മനസ്സിലെ ദുഃഖങ്ങൾ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ നീറുന്ന മനസ്സുമായിട്ടാണ് നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടുന്നത്. നീയല്ലാതെ റബ്ബേ ആരാ ഞങ്ങൾക്ക് സങ്കടം മാറ്റാൻ, പ്രയാസം മാറ്റാൻ? ഞങ്ങളെ സങ്കടങ്ങൾ മാറ്റി തരണേ അല്ല. പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ഒറ്റയ്ക്കിരിക്കുമ്പോ പൊട്ടിക്കരഞ്ഞു പോകുന്നു, കണ്ണു നിറയുന്ന മനസ്സ് പൊട്ടിപ്പോകുന്നു റബ്ബേ. ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ല. പ്രയാസം മാറ്റണേ റബ്ബേ. ഹബീബിന് കാരുണ്യം കൊടുത്ത റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യം നൽകണേ അല്ല. മൂസാ നബിയോട് കാരുണ്യം കാണിച്ച റബ്ബേ ഞങ്ങളോട് കാരുണ്യം കാണിക്കണേ അല്ല. അയ്യൂബ് നബിയുടെ രോഗം മാറ്റി റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും രോഗികളാണ്, അവരെ രോഗം ശിഫയാക്കണേ അല്ല. അല്ലാഹുവേ അതിൽ ഞങ്ങളുടെ ഭാര്യമാരുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, അവരെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ല. പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ല. ഞങ്ങളുടെ സഹോദരിമാരാ കൂട്ടത്തിലുണ്ട്, അവരെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. നീയല്ല റബ്ബേ ഏറ്റവും വലിയ ഡോക്ടർ, നീയല്ല റബ്ബേ ഏറ്റവും വലിയ ഡോക്ടർ. നീയല്ലാതെ ആരാ റബ്ബേ രോഗം മാറ്റാനുള്ളത്? രോഗം ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി സംഭാവന ചോദിച്ചപ്പോൾ അവിടെ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. സ്വർണമായി കൊടുത്തവരുണ്ട്, പൈസയായി കൊടുത്തവരുണ്ട്. ലേലം വിളിച്ചപ്പോൾ എല്ലാം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചവരുണ്ട്. അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. അവരെ സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. അവരെ മനസ്സിൽ ഉദ്ദേശം പൂർത്തിയാക്കണേ റബ്ബേ. പലരും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവർ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, കച്ചവടത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, എല്ലാം അറിയുന്ന റബ്ബേ സാധിപ്പിക്കണേ അല്ലാ, പൂർത്തിയാക്കണേ അല്ലാ. അവരെ ഖബർ വിശാലമാക്കണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ വിദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ ഞങ്ങളുടെ കുടുംബക്കാര് സഹോദരന്മാരുണ്ട്. അവരെ ജോലിയിൽ നീ ഖൈർ നൽകി അല്ലാ. ജോലിയിൽ ഖൈർ നൽകി റബ്ബേ. ജോലിയിൽ ഖൈർ നൽകണേ അല്ലാ. അവരെ ദാമ്പത്യ ജീവിതത്തിൽ നന്മകൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈർ നൽകി അല്ലാ. പരസ്പര സ്നേഹം നൽകണേ റബ്ബേ. പരസ്പര വിശ്വാസം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യം നൽകണേ റബ്ബേ. പൊരുത്തം നൽകണേ അല്ലാ. പരസ്പരം ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിനുള്ള നിമിത്തമായി ബഹുമാനരായ ജലാലുദ്ദീൻ തങ്ങളെ സാന്നിധ്യം നീ സ്വീകരിക്കുക. ഹബീബിന്റെ സ്വലാത്ത് അതിനൊരു കാരുണ്യമാക്ക റബ്ബേ. ബദരീങ്ങളെ തപസ്സുൽ അതിനൊരു കാരുണ്യം, അതിനൊരു കാരണമാക്കല്ല. ഇവിടെ നൽകിയ സംഭാവന അതിനൊരു കാരണമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ നാളെ ഞങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഹജ്ജ് ഉംറയും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആ റൗളയുടെ ചാരത്ത് ചെന്ന് നബിയോടും സിദ്ദീഖുൽ അക്ബറിനോടും ഉമറുൽ ഫാറൂഖിനോടും റളിയല്ലാഹു അൻഹുമാ അവരോട് 3 പേരോടും സലാം പറയാനുള്ള തൗഫീഖ് നൽകുക അല്ലാ. അവസാനം മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മദീനയിൽ വെച്ച് മരിക്കണമെന്ന ആഗ്രഹത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന കൊടുക്കാൻ പറഞ്ഞപ്പോ അതിന് സംഭാവന കൊടുത്തവർ ഒരുപാട് ആളുകളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മദീനത്ത് വെച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഹബീബിന്റെ മണ്ണിൽ കടന്ന് മരിക്കാനുള്ള ഭാഗ്യം നൽകി റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിനും അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നാളെയും മറ്റന്നാളും നടക്കാനിരിക്കുന്ന ഈ പരിപാടിയൊക്കെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവിന് വേണ്ടി ഓടി നടക്കുന്ന സ്വാഗത സംഘം ഭാരവാഹികളുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ നൽകി അല്ലാ. ജലാലുദ്ദീൻ തങ്ങൾ ആത്മീയമായ നേതൃത്വം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെയായി ഇതിനു വേണ്ടി ഓടി നടന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ വളണ്ടിയേഴ്സ്, ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായി, ഞങ്ങളുടെ നാടിന്റെ പ്രതീക്ഷയായ ചെറുപ്പക്കാർ, അവരെ ഖൽബിൽ ഈമാൻ നിറക്കണേ റബ്ബേ.
ഇഹ്സാൻ നിറക്കണേ അല്ലാഹ്, ഇഖ്ലാസ് നിറക്കണേ റബ്ബേ. വല്ലാത്ത സ്നേഹം കാണിക്കുന്ന അച്ചടക്കമുള്ള നല്ല മര്യാദയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരാണ്, നല്ല കൂട്ടുകാരാണ്. അവരും ഞങ്ങളും തമ്മിലുള്ള സ്നേഹം നീ നിലനിർത്തണേ തമ്പുരാനെ. വല്ലാത്ത സ്നേഹം കാണിക്കുന്നവരാണല്ലോ ഈ നാട്ടുകാരും ഞങ്ങളും തമ്മിലുള്ള സ്നേഹം നീ നിലനിർത്തണേ തമ്പുരാനെ. മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ അർശിന്റെ തണൽ കിട്ടുന്ന സ്നേഹമാക്കി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ പഠിക്കുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ ശനിയാഴ്ചകളിലും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി മതപഠന ക്ലാസ്സിന് വരുന്ന ഒരുപാട് ഉമ്മമാര് ഈ സദസ്സിലുണ്ട്. ആ ഉമ്മമാരെ ഖബർ വിശാലമാക്കല്ലാഹ്. ആ ഇൽമിന്റെ വെളിച്ചം അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. മക്കൾ ഹാഫിളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് നീ അവരെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളിൽ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട്, അവർക്ക് നീ ഖൈർ നൽകി അല്ലാഹ്. അതിൽ ഞങ്ങളെ പെൺമക്കളുണ്ട്, ഞങ്ങളെ ഭാര്യ സഹോദരിമാരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ. നല്ല സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യമായ മക്കളെ ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സന്താന ഭാഗ്യമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്ത അല്ലാഹ്, യാക്കൂബ് നബിക്ക് 12 മക്കളെ കൊടുത്ത റബ്ബേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളെ കൊടുത്ത അല്ലാഹ്. അതിലേറെ ലോകത്തിന്റെ കാരുണ്യവാനായ മുഹമ്മദ് നബിയെ ആമിന ബീവിക്കും അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനും കൊടുത്ത തമ്പുരാനെ, ഞങ്ങൾക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മുൻനിർത്തി ചോദിക്കുന്നു, ഞങ്ങൾക്ക് മക്കളെ തരണേ അല്ലാഹ്. വലദൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന് പുണ്യ നബി പറഞ്ഞ മക്കളാക്കണേ റബ്ബേ. മഹ്ശറയിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. വലത് കൈയിൽ കിതാബ് കിട്ടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, വല്ലാതെ സ്നേഹം കാണിക്കുന്നവരുണ്ട്. ഇതൊക്കെ മഹലിൽ നിന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാര്, സഹോദരിമാര്, കുടുംബക്കാര്, വീട്ടുകാര്, അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. ഈ സ്നേഹം നീ നിലനിർത്തി നൽകണേ റബ്ബേ. ആ മഹലിലും നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. ഈ നേർച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ മഹലിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇതിനു വേണ്ടി ഇറങ്ങാറുണ്ട്. ഖിയാമത്ത് വരെ ഈ നന്മ നിലനിർത്തണേ അല്ലാഹ്. ഈ വെളിച്ചം നിലനിർത്തണേ റബ്ബേ. ജലാലുദ്ദീൻ തങ്ങളെ കറാമത്ത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഖൈർ നൽകണേ റബ്ബേ. അവസാനം ഞങ്ങളെ മഹ്ശറയിലെത്തുമ്പോ ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബിന്റെ കൂടെ താമസിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ ഈ നിസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, ഈ പാതിരാത്രിയിൽ ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നത് നിന്നെ കാണുമെന്ന പ്രതീക്ഷയിലാണ്. 14 രാവിലെ ചന്ദ്രനെ പോലെ നിന്നെ കാണാമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞു റബ്ബേ. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ലിഖാഇന് ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ ലിഖാഇന് ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ജീവിക്കാനുള്ള മാർഗം തേടി പോകുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഇസ്സത്ത് നൽകല്ലാ. അവരുടെ ജീവിതം ഖൈറിലാക്കണേ റബ്ബേ. അവരുടെ ജീവിതം ഖൈറിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ വീടും ഒക്കെ സംരക്ഷിക്കുന്ന ഞങ്ങളെ ഭാര്യമാരുണ്ട്. ത്യാഗത്തിന്റെ പ്രതീകമാണ് ഞങ്ങളെ ഭാര്യമാർ. പ്രയാസം സഹിക്കുന്നു, നൊമ്പരം സഹിക്കുമ്പോഴും വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരെ ഖബറിനെ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അവർക്ക് ആരോഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ തൃപ്തിയിലായി മരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കളെ തൃപ്തിയിലായി മരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വിധവകളുണ്ട്, ഭർത്താക്കന്മാര് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ഭാര്യമാര്. അല്ലാഹുവേ, ആ സഹോദരിമാർക്ക് നീ റഹ്മത്ത് നൽകല്ലാ. ആ സഹോദരിമാരെ കാര്യം നീ ഏറ്റെടുക്കണേ റബ്ബേ. ആ മക്കളെ കൊണ്ട് അവർക്കൊരു ഭാരമാക്കല്ല അല്ലാഹ്. ആ സഹോദരിമാരെ ഖൽബിന് നീ ഈമാൻ നൽകണേ റബ്ബേ. ശക്തി പകരണേ റബ്ബേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ച റബ്ബേ, സദസ്സിൽ ഒരുപാട് കാരണവന്മാരുണ്ട്. ഞങ്ങളുടെ നാടിന്റെ വെളിച്ചമാണ് അവർ, ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യമാണ് അവർ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുണ്ട്, ഞങ്ങളുടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, മഖാമിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്. ഇതെല്ലാം നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്, മദ്രസ മാനേജ്മെന്റ് ഉണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മദ്രസയിലെ മക്കളാണ് ഞങ്ങളുടെ ഖബർ. അവര് നന്നായാലേ ഞങ്ങളുടെ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. എത്രയോ വർഷമായി മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്. 2 വർഷത്തോളമായി ഞാനും ജോലി ചെയ്യുന്ന അല്ലാഹുവേ. ഇവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒറ്റ നിയ്യത്ത് മാത്രമേ ഉള്ളൂ, ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുക, നിന്റെ ദീന് പറഞ്ഞു കൊടുക്കുക അല്ലാഹുവേ. ആ മക്കളെ ദുആ നാളെ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവർ ദുആ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവർ
ദുആ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അലൈഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ എല്ലാവരും രാവിലെ തന്നെ വരിക. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ വളരെ സജീവമായി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട സ്വീകരണങ്ങളൊക്കെ ഒരുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.